ഭഗവത്പാദം സ്വഭാഷകൃതോ പുനഃ പുനഃ ഈശ്വരോ പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം മുപ്പതാം ശ്ലോകം. മയി സർവാണി കർമാണി സന്യസ്യാത്മചേതസാ നിരാശീർനിർമമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. ഭാഷ്യം. കഥം പുനഃ കർമ്മണ്യധികൃതേന അജ്ഞേന മുമുക്ഷുണ കർമ്മകർത്തവ്യം ഇത്യുച്യതേ. എങ്ങനെയാണ് കർമ്മണ്യധികൃതേന, കർമ്മത്തിന് അധികാരിയായിട്ടുള്ളവൻ, ജ്ഞാനനിഷ്ഠയ്ക്കല്ല, അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞു, കർമ്മനിഷ്ഠയിൽ അധികാരിയായിട്ടുള്ളവൻ എന്തുകൊണ്ട് അധികാരിയായിരിക്കുന്നു? അജ്ഞേന, അവൻ അജ്ഞനാണ്, എന്നാൽ മുമുക്ഷുവാണ്, മോക്ഷത്തെ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ എങ്ങനെയാണ് കർമ്മകർത്തവ്യം, കർമ്മം ചെയ്യേണ്ടത്? മയീതി മയി വാസുദേവി പരമേശ്വരി സർവജ്ഞേ സർവാത്മനി സർവാണി കർമാണി സന്യസ്യ നിക്ഷേപ്യ അധ്യാത്മചേതസ വിവേകബുദ്ധ്യ അഹം കർത്ത ഈശ്വരായ ഭക്തിവത് കരോമി ഇത്യനയാ ബുദ്ധ്യ. മൈ വാസുദേവിയെ പരമേശ്വരി. എങ്ങനെ കർമ്മം ചെയ്യണം? അജ്ഞൻ, മുമുക്ഷുവായിരിക്കുന്നവൻ, കർമ്മയോഗി. ഇവിടെ കർമ്മയോഗിയാണ് ഉദ്ദേശിക്കുന്നത്. ആ കർമ്മയോഗി വാസുദേവി പരമേശ്വരി, പരമേശ്വരൻ വാസുദേവൻ, സർവജ്ഞൻ, സർവാത്മാവായിരിക്കുന്നു. അതെല്ലാം ഈശ്വരന്റെ വിശേഷണമാണ്. അങ്ങനെയിരിക്കുന്ന ആ പരമാത്മാവിൽ സർവാണി കർമാണി സന്യസ്യ, സർവകർമ്മങ്ങളെയും സന്യസിച്ചിട്ട്, സന്യസ്യ നിക്ഷിപ്യ,
സമർപ്പിച്ചിട്ട് എങ്ങനെ അധ്യാത്മചേതസ, എങ്ങനെയാണ് ആ കർമ്മങ്ങളെ സമർപ്പിക്കേണ്ടതെന്ന് പറയുന്നു. അധ്യാത്മചേതസ, അത് തന്നെ വിവേകബുദ്ധി കൊണ്ട് അഹം കർത്ത ഈശ്വരായ ഭൃതിവത് കരോമി ഇത്യനയാ ബുദ്ധ്യ, ഈ കർമ്മം ചെയ്യുന്ന ഞാൻ ഈശ്വരന് വേണ്ടി എങ്ങനെയാണോ യജമാനന് വേണ്ടി ഒരു ഭൃത്യൻ പ്രവർത്തിക്കുന്നത്, യജമാനന് അതിന്റെ ഫലങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഭൃത്യൻ പ്രവർത്തിക്കുന്നു. ഭൃത്യവത് കരോതി ഇത്യനയാ ബുദ്ധ്യ, ഈ ഒരു ബുദ്ധി, അതാണ് അധ്യാത്മചേതസ്. ഇവിടെ ഈശ്വരന്റെ തത്വത്തെ മനസ്സിലാക്കി. ഇവൻ അജ്ഞനാണെങ്കിലും കർമ്മയോഗി. കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിന് വേണ്ട ഈശ്വരബോധം വേണം. അതിനോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സർവാത്മനി, ഈശ്വരൻ സർവാത്മാവാണ്. ഈശ്വരൻ സർവാത്മാവാണെന്നുള്ള ബോധം കൊണ്ട് കർമ്മങ്ങളെ ഈശ്വരനിൽ സമർപ്പിക്കുന്നു. കർമ്മങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത് ജീവനെയാണ്. ജീവനിൽ തന്നെ ശരീര, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവയെ ആശ്രയിച്ചിട്ടാണ് കർമ്മങ്ങൾ നടക്കുന്നത്. ശാരീരികമായും മാനസികമായിട്ടുള്ള കർമ്മങ്ങൾ. ശാരീരികമായ കർമ്മങ്ങളിൽ പെടുന്നു ഇന്ദ്രിയ കർമ്മങ്ങൾ. ആ കർമ്മങ്ങൾ പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നത് അന്ധകരണം. അപ്പം മാനസികമായും ശാരീരികമായുമുള്ള കർമ്മങ്ങൾ ജീവൻ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കർമ്മങ്ങളിൽ ഉള്ള കർത്തൃത്വ ബുദ്ധി ജീവൻ ഏറ്റെടുക്കുന്നതാണ് ഞാനെന്നുള്ള ബോധം. ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, ഞാൻ കാണുന്നു, കേൾക്കുന്നു, സ്പർശിക്കുന്നു, രുചിക്കുന്നു, മണക്കുന്നു. ഇങ്ങനെ ഇന്ദ്രിയ പ്രവൃത്തികളെയും ശരീരപ്രവൃത്തികളെയും മനസ്സിന്റെ പ്രവൃത്തികളെയും എല്ലാം ജീവൻ ഏറ്റെടുക്കുന്നു. ആ ഏറ്റെടുക്കുന്നതാണ് ഞാനെന്നുള്ള ബോധം. ആ ബോധത്തിലൂടെയാണ് ഏറ്റെടുക്കുന്നത്. അതിനെ അങ്ങനെ കർമ്മത്തെ ജീവൻ സ്വയം സ്വീകരിക്കും. ശരീരമന ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങളെ ജീവൻ സ്വയം സ്വീകരിക്കുന്നതിനെയാണ് അഹന്ത, അഹംബോധം എന്ന് പറയുന്നത്. സാധാരണ ജീവന്മാർ അജ്ഞത കൊണ്ട് ഇങ്ങനെ കർമ്മങ്ങളെ ഏറ്റെടുത്ത് സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കർമ്മയോഗിയുടെ കർമ്മസമർപ്പണം, ഈശ്വര സമർപ്പണം അനുഷ്ഠിക്കേണ്ടത് പ്രധാനമായും ഇവിടെ പറയുന്ന ഭൃത്യഭാവം, ഭൃത്യഭാവം കൊണ്ടാണ്. ഭൃത്യഭാവത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ അഹന്തയെ ത്യജിക്കുന്നു, മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നിടത്താണ് ഭൃത്യഭാവം വരുന്നത്. ആ ഭൃത്യഭാവം വരുന്നിടത്ത് അഹന്ത ഇല്ലാതാവുന്നു. ഈശ്വരൻ കർമ്മത്തെ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായും അഹന്തയെ ത്യജിക്കുന്നു. അഹന്തയെ ത്യജിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നു. അങ്ങനെ കർമ്മം ചെയ്യുന്നതിന് ഈശ്വരബോധം കർമ്മം ചെയ്യുന്നതിന് ആവശ്യമാണ്. അജ്ഞനാണെങ്കിലും ആ കർമാനുഷ്ഠാനത്തിന് വേണ്ടതായ ഈശ്വരചിന്ത അയാളിലുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സർവാത്മാവായിരിക്കുന്ന ഈശ്വരൻ. ഈശ്വരന്റെ സർവാത്മഭാവത്തെ അവൻ ധരിച്ചിരിക്കുന്നു. സർവജ്ഞനായിരിക്കുന്ന ഈശ്വരന്റെ സർവാത്മഭാവത്തെ. അതിന് പല സന്ദർഭങ്ങളിലും ഇനിയും പറയും. ഈശ്വര
സർവഭൂതാനാം ഹൃദയേശി അർജുന തിഷ്ഠതി. സർവപ്രാണികളുടെയും ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ. അപ്പൊ ഇവിടെ ഭഗവാൻ ഉപദേശിക്കുമ്പോൾ ആ ഈശ്വരീയ ഭാവത്തിൽ നിന്നുകൊണ്ട് ഉപദേശിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു മയി അസ്മശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിൽ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഉപദേഷ്ടാവായി നിന്റെ മുമ്പിൽ നിൽക്കുന്ന എന്നിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്റെ ഈശ്വരീയ ഭാവത്തെ അർജുനന് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നിൽ അർപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഈശ്വരൻ ഇവിടെ എന്താണ്? ശിഷ്യന്റെ മുമ്പിൽ പ്രത്യക്ഷമായി നിന്നുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്, നിന്റെ കർമ്മങ്ങളെ എന്നിൽ അർപ്പിക്കുക. പക്ഷെ അങ്ങനെ പ്രത്യക്ഷനായിരിക്കുന്ന ഈശ്വരൻ സർവാന്തര്യാമിയായും ഇരിക്കുന്നു. ഇവിടെ അർജുനനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈശ്വരൻ മൂർത്തിമത്തായി നിൽക്കുകയാണ്, സശരീരിയായി സ്വന്തം നിൽക്കുകയാണ്. പക്ഷെ എങ്ങനെയുള്ള ഈശ്വരൻ? സർവാന്തര്യാമിയായിട്ടുള്ളതാണ് ഇവിടെ പറഞ്ഞ സർവാത്മാവായിരിക്കുന്ന ഈശ്വരൻ. ഭ്രാമയൻ സർവഭൂതാനി, സർവപ്രാണികളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നുവെച്ചാൽ പലതരത്തിൽ കർമ്മങ്ങളെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാനസികമായും ശാരീരികമായും ഐന്ദ്രിയമായുമുള്ള കർമ്മങ്ങളെ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കർമ്മയോഗിക്ക് വേണ്ട തിരിച്ചറിവ് അതാണ്. കർമ്മയോഗി എന്ത് ചെയ്യുന്നു? ശരീര മനോബുദ്ധിയുടെ വ്യാപാരങ്ങളെ തന്റേതാക്കുന്നു. ഞാൻ ചെയ്യുന്നു, ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ തത്വത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഭ്രാമയൻ സർവഭൂതാൻ. പല സന്ദർഭങ്ങളിൽ പറയും അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. ഞാനാണ് സർവഭൂതാശയസ്ഥിതനായിരിക്കുന്നത്, സർവപ്രാണികളുടെയും ഹൃദയേശ്വരനായിരിക്കുന്നത് ഞാനാണ്. ഹൃദയേശ്വര, ഹൃദയാധിപതി എന്നെല്ലാം പറയും. ഹൃദയാധിപതിയായിരിക്കുന്ന ഞാനാണ്. അപ്പൊ കർമ്മങ്ങൾ വാസ്തവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തന്റെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും ഇന്ദ്രിയങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈശ്വരാധീനമായിട്ടാണ്. താൻ അതിൽ അഹംബുദ്ധിയെ ആരോപിക്കുകയാണ്. സർവചലനങ്ങളും സ്ഥൂലമായിരിക്കുന്ന ചലനങ്ങളെ ജീവനെന്ത് ചെയ്യുന്നു? തന്റേതാക്കുന്നു. സൂക്ഷ്മമായ ചലനങ്ങളെ തിരിച്ചറിയാൻ കൂടി കഴിയുന്നില്ല, പ്രാണചലനവും മറ്റും. ഈ സ്ഥൂലമായ ചലനങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന സൂക്ഷ്മമായ ചലനങ്ങളാണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ സ്ഥൂലമായ വ്യാപാരം. കൈ പ്രവർത്തിക്കുന്നു, കാല് പ്രവർത്തിക്കുന്നു, കർമ്മേന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, ജ്ഞാനേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതെല്ലാം സ്ഥൂലമായ പ്രവർത്തനങ്ങളാണ്. ഈ സ്ഥൂലമായ പ്രവർത്തനങ്ങൾക്ക് ആധാരമായി നിൽക്കുന്ന എന്താണോ? സൂക്ഷ്മമായ കർമ്മം, പ്രാണന വ്യാപാരം എന്ന് പറയും. ശരീരത്തിന്റെ പ്രാണവ്യാപാരം. ഈ സ്ഥൂലമായ കർമ്മങ്ങളിലാണ് എപ്പോഴും ജീവൻ അഹംബുദ്ധിയുള്ളത്. ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ ഇരിക്കുന്നു. അപ്പൊ കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും വ്യാപാരത്തിൽ. അതിനേക്കാൾ അല്പം കൂടി സൂക്ഷ്മമാണ് മനസ്സിന്റെ വ്യാപാരം. ഞാൻ ചിന്തിക്കുന്നു, അവിടെയും അഹംബുദ്ധിയുണ്ട്. അതിനും എത്രയോ സൂക്ഷ്മമാണ് ശരീരത്തിന്റെ പ്രാണന വ്യാപാരം. ഈ ശരീരത്തിൽ ജീവനെ നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വ്യാപാരം, പ്രാണസ്പന്ദനം തുടങ്ങിയ വ്യാപാരം. അതിൽ ജീവൻ ഇതുപോലെ സ്ഥൂലമായി അഭിമാനിക്കാൻ കഴിയില്ല. കാരണം അവന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും താൻ സശരീരനാണ്, താൻ ജീവത്താണ്, ജീവിച്ചിരിക്കുന്നു, ജീവനോടുകൂടിയിരിക്കുന്നു എന്നുള്ള ബോധമുണ്ട് ജീവൻ. അങ്ങനെ ഈശ്വരന്റേതായിരിക്കുന്ന സർവപ്രവർത്തനങ്ങൾ ജീവൻ അഭിമാനിക്കുകയാണ്. സ്ഥൂല സൂക്ഷ്മ പ്രവർത്തനങ്ങളല്ല. വാസ്തവത്തിൽ ശരീര മനോബുദ്ധികളുടെ വ്യാപാരങ്ങൾ
പ്രാണന വ്യാപാരം ഉൾപ്പെടെ ഇതിലൊന്നിനും തന്നെ ജീവന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല. എന്തുകൊണ്ട്? ഭ്രാമയൻ സർവഭൂതാനി, സർവപ്രാണികളുടെയും ഹൃദയത്തിലിരുന്നു കൊണ്ട്, ഹൃദയത്തിന്റെ അധീശനായിരുന്നു കൊണ്ട് ഈ വ്യാപാരങ്ങളെല്ലാം ചെയ്യുന്നത് താനാണെന്നാണ് പറയുന്നത്, ഈശ്വരനാണെന്നാണ്. ഇത് തിരിച്ചറിയുന്നതിനുള്ള ഒരു വിവേകം, ആ വിവേകം ഈ അജ്ഞനായ കർമ്മയോഗിക്ക് ആവശ്യമുണ്ട്. അതാണ് ഇവിടെ അധ്യാത്മചേതസ, വിവേകബുദ്ധിയ. ഈ കർമ്മങ്ങൾ എല്ലാം ഈശ്വര കർമ്മങ്ങളാണ്. വാസ്തവത്തിൽ ഇത് ജീവകർമ്മങ്ങളല്ല. ഈശ്വര കർമ്മത്തിൽ ജീവ അഭിമാനമാണ് ഇതിനെ ജീവകർമ്മങ്ങളാക്കി മാറ്റുന്നത് എന്ന് തിരിച്ചറിയണം. അതാണ് വിവേകബുദ്ധിയ ഭൃത്യവത് സമർപ്പ്യ. അങ്ങനെ തിരിച്ചറിയുന്നവനിൽ ഈ കർമ്മങ്ങളിൽ, ശരീര മനോവ്യാപാരങ്ങളിൽ ദൃഢമായ അഹംബുദ്ധി വരത്തില്ല. കാരണം നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ പ്രവൃത്തി എന്ന് പറയുന്നത് മുഖ്യമായും ഈ ഉപകരണങ്ങളെ ആശ്രയിച്ചിട്ടാണ്. പിന്നെ ജീവൻ എന്ത് ചെയ്യുന്നു? സങ്കല്പിക്കുന്നു. പലതരത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ച് സങ്കല്പിക്കുന്നു, പ്രവൃത്തികളെക്കുറിച്ച്. പ്രവർത്തിച്ചിട്ട് ആ പ്രവൃത്തികൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ച്, പിന്നെ മനസ്സുകൊണ്ട് അതിനെ ആഗ്രഹിച്ച്, പിന്നെ ആ പ്രവൃത്തികളെ കരണങ്ങളെ കൊണ്ട് നിർവഹിക്കുന്നു. ഇതാണ് കർമ്മരംഗം എന്ന് പറയുന്നത്. കർമ്മങ്ങളെ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുന്നു, എനിക്കത് ചെയ്യണം, ഇത് ചെയ്യണം. കർമ്മങ്ങളെ, പ്രവൃത്തികളെ നമ്മൾ തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു, പഠിക്കുന്നു, പുതിയ പുതിയ കർമ്മരംഗങ്ങളെ കണ്ടെത്തുന്നു, ആഗ്രഹിക്കുന്നു, മനസ്സുകൊണ്ട് ഇച്ഛിക്കുന്നു. പിന്നീട് കർണങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും അതെല്ലാം നിർവഹിക്കപ്പെടുന്നു ജീവനാണ്. ഇതാണ് കർമ്മരംഗം. വാസ്തവത്തിൽ ചലനം, കർമ്മം അത് ഏത് രൂപത്തിൽ നിർവഹിക്കപ്പെട്ടാലും അതിൽ ജീവന് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യമോ സ്വാധീനമോ ഇല്ല. അതാണ് പരമാർത്ഥം. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു? സർവഭൂതാശയസ്ഥിതനായ ഈശ്വരനാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. ഭ്രാമയൻ, പ്രവർത്തിപ്പിക്കുന്നു എന്നാണ്. അവിവേകപൂർവം പ്രവർത്തിപ്പിക്കുന്നു. അപ്പൊ ഈശ്വരന്റെ കർത്തൃത്വത്തെ ജീവൻ ഏറ്റെടുക്കുന്നത്, അതാണ് അഹന്ത. ഈ പ്രക്രിയയ്ക്കൊരു മാറ്റം ഉണ്ടാകുക. ഈശ്വരന്റെ കർമ്മത്തെ ഈശ്വരൻ തന്നെ വിടുക. അത്തരം കർമ്മങ്ങളിൽ ജീവൻ സ്വയം ഏറ്റെടുക്കാതിരിക്കുക. അങ്ങനെ ഏറ്റെടുക്കാതിരുന്നു കഴിഞ്ഞാൽ തന്നെ അത് സമർപ്പണമായി. ആ ഏറ്റെടുക്കാതിരിക്കുന്നതിന് വേണ്ടി ജീവൻ സ്വീകരിക്കുന്ന മാനസിക ഭാവന, അതിനാണ് ഇവിടെ ഭൃത്യവത്, ഭൃത്യനെ പോലെ എന്ന് പറഞ്ഞത്. ചിന്തയും പ്രവൃത്തിയും സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവനിലാണ്. പക്ഷേ ആന്തരികമായ കർമ്മപ്രേരകത്വം വരുന്നത് ഈശ്വരനിൽ നിന്നാണ്. അപ്പോൾ ഒരു ജീവന്റെ ഉള്ളിൽ കർമ്മരംഗത്ത്, അജ്ഞനായ ഒരു ജീവന്റെ ഉള്ളിൽ പ്രബലമായിരിക്കുന്നത് ജീവഭാവമാണ്. കർമ്മ അനുഷ്ഠാനത്തിൽ പ്രബലമായിരിക്കുന്ന ജീവഭാവമാണ്. പക്ഷേ കർമ്മപ്രേരകമായിരിക്കുന്നത് ഈശ്വര സാന്നിധ്യമാണ്. കർമ്മ അനുഷ്ഠാനത്തിൽ, കർമ്മനിർവഹണത്തിൽ എപ്പോഴും പ്രാധാന്യം ആ ജീവഭാവത്തിനാണ്. ആ ജീവഭാവത്തിന്റെ ബഹിസ്ഫുരണമാണ് അഹന്ത. പക്ഷേ കർമ്മപ്രേരകമായിരിക്കുന്നത് ഭ്രാമയൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അത് ആ ജീവന്റെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വര സാന്നിധ്യമാണ്. ഒരു അജ്ഞൻ കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ
ആ ഈശ്വര സാന്നിധ്യത്തെ മറച്ചു വച്ചിട്ട്, ആ ഈശ്വര സാന്നിധ്യത്തെ സ്വന്തം അഹന്ത കൊണ്ട് മറച്ചിട്ട് ആ ജീവൻ ചിന്തിച്ച് പ്രവർത്തിക്കുന്നു. ഒരു കർമ്മയോഗി അങ്ങനെയല്ല. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ആ അഹന്തയെ ആ ഈശ്വര സാന്നിധ്യത്തിന് കീഴ്പ്പെടുത്തിയിട്ട്, അതാണ് സമർപ്പണം. ഈശ്വര സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈശ്വരന്റെ ആ പ്രേരക ഭാവത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിന് സ്വയം സമർപ്പിച്ച്, അതാണ് അഹന്തയുടെ ത്യാഗം. താനല്ല ഇവിടെ പ്രവർത്തിക്കുന്ന, വാസ്തവത്തിൽ ഈശ്വരനാണ് പ്രവർത്തിക്കുന്നത്. കർമ്മം തന്റേതല്ല, ഈശ്വരന്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്റെ അഹന്തയെ പരിത്യജിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. കാരണം അഹന്തയെ പരിത്യജിക്കേണ്ടതും അഹന്തയാണ്. അതുകൊണ്ട് അഹന്തയെ അഹന്ത കൊണ്ട് പരിത്യജിക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഭൃത്യഭാവം. ആ ഈശ്വരന്റെ സാന്നിധ്യത്തിൽ, തന്റെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരന്റെ സാന്നിധ്യത്തിന് അഹന്തയെ സമർപ്പിക്കുന്നു. അതിന് കീഴടങ്ങി നിൽക്കുന്നു. അതിന് കീഴടങ്ങി നിൽക്കുന്ന ഒരു മാനസിക ഭാവത്തിൽ. അതെങ്ങനെ കീഴടങ്ങി നിൽക്കുന്നു? അഹന്തയെ എങ്ങനെ കീഴടക്കുന്നു? ഈ കർമ്മം തന്റേതല്ല, ഈശ്വരന്റേതാണ്. എന്നുള്ള മാനസിക ഭാവന കൊണ്ട് അതവനെ തിരിച്ചറിയുന്ന എങ്ങനെ? തന്റെ കർമ്മത്തെക്കുറിച്ച്, തന്റെ കർമ്മരംഗത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത് മനസ്സിലാവും. കാരണം ഈ കർമ്മത്തിൽ, തന്റെ പ്രവൃത്തികളിൽ പരമാർത്ഥത്തിൽ തനിക്ക് യാതൊരു സ്വാധീനവുമില്ല, യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല. അത് വിവേകിയായ കർമ്മയോഗിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആ വിവേകമാണ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിവേകബുദ്ധിയ. ആ വിവേകബുദ്ധി കൊണ്ടാണ് തന്റെ അഹന്തയെ സമർപ്പിക്കുന്നത്. കർമ്മത്തിന് കാരണമായിരിക്കുന്ന അഹന്തയാണ്, ജീവന്റെ കർമ്മത്തിന്. ഈശ്വര കർമ്മത്തെ തന്റെ കർമ്മമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന അഹന്ത, തെറ്റിദ്ധരിപ്പിക്കുന്ന അഹന്ത, അതിന് കാരണമായിരിക്കുന്ന അഹന്ത. അഹന്തയെ സമർപ്പിക്കുന്നതോടുകൂടി കർമ്മങ്ങളുടെ സമർപ്പണമായിക്കഴിഞ്ഞു. കർമ്മം എന്ന് പറയുന്നത് നമ്മൾ പത്രവും പുഷ്പവും ഫലവും സമർപ്പിക്കുന്നത് പോലെ മൂർത്തമായൊരു വസ്തുവല്ല ഈശ്വരനടുത്ത് സമർപ്പിക്കുക. കർമ്മം അമൂർത്തമാണ്, വസ്തുക്കൾ മൂർത്തങ്ങളാണ്. നമ്മൾ നിവേദ്യം ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുന്നു. അതുപോലെ കർമ്മത്തെ എടുത്ത് സമർപ്പിക്കാനൊക്കത്തില്ല. എന്തുകൊണ്ട്? അമൂർത്തമായൊരു വസ്തുവായതുകൊണ്ട്. അപ്പൊ കർമ്മത്തെ സമർപ്പിക്കുന്നത് എങ്ങനെ? മാനസിക ഭാവന കൊണ്ടാണ് അതിനെ സമർപ്പിക്കുന്നത്. മനസ്സിന്റെ ഭാവന കൊണ്ട് സമർപ്പിക്കുന്നു. എങ്ങനെ? ആ കർമ്മത്തെ ഏറ്റെടുക്കുന്ന അഹംബോധം, അതിന്റെ സമർപ്പണത്തിലൂടെ. തന്റെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വര സാന്നിധ്യത്തിന് തന്റെ അഹന്തയെ കീഴ്പ്പെടുത്തിയിരിക്കുക. അത് വിവേകത്തിലൂടെ. എങ്ങനെയുള്ള വിവേകം? ഈ കർമ്മം തന്റേതല്ല, ഈശ്വരന്റേതാണ് എന്നുള്ള തിരിച്ചറിവ്. അങ്ങനെ നിശ്ചയിക്കാം. കാരണം ജീവന് ഒരു കർമ്മത്തിനും യാതൊരു സ്വാധീനവുമില്ല. സ്വാധീനം ഉണ്ട് എങ്കിൽ നമ്മൾ ഇച്ഛിക്കുന്നതും ചിന്തിക്കുന്നതും അനുസരിച്ച് സർവകർമ്മങ്ങളും കുറ്റമറ്റതായി നിർവഹിക്കപ്പെടണം. അങ്ങനെ നിർവഹിക്കാൻ കഴിയുന്നില്ല. ജീവനെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിന്റെ മേഖല തികച്ചും അനിശ്ചിതമാണ്. ഒരുവന്റെ കർമ്മം, ഒരു ജീവന്റെ കർമ്മം ആരംഭിക്കുന്നത് അവന്റെ ഉണർവ് മുതലാണ്. ജാഗ്രതത്തിലേക്ക് വരുന്നു, തിരിച്ച് സുഷുപ്തിയിലേക്ക് പോകും. ഇതുവരെയാണ് അവന്റെ ബോധപൂർവമായ കർമ്മങ്ങൾ നടക്കുന്നത്. അതിൽ അനുനിമിഷവും ജീവൻ ചിന്തിക്കുന്നത് ഈ കർമ്മത്തെക്കുറിച്ചാണ്, പ്രവൃത്തിയെക്കുറിച്ചാണ്. അങ്ങനെ ചിന്തിക്കുന്നിടത്ത് പലതും ആഗ്രഹിക്കുന്നു.
കർമ്മങ്ങളെക്കുറിച്ച് പലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത നിമിഷം തന്നിൽ സംഭവിക്കാൻ പോകുന്ന പ്രവൃത്തി, ചലനം എന്താണെന്ന് പൂർവ്വനിമിഷത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അടുത്ത നിമിഷം, വർത്തമാന നിമിഷത്തിലെ കർമ്മചലനങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതല്ലാതെ വരും നിമിഷത്തിലെ ഒരു കർമ്മത്തെ മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അങ്ങനെ മുൻകൂട്ടി കാണുന്നതിന് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഇന്നത് ചെയ്യണം. പക്ഷെ ചിന്തിച്ചതായിരിക്കണം എന്നില്ല നടക്കുന്നത്. ചിലപ്പോൾ ചിന്തിച്ചത് നടന്നെന്നും വരാം. കാരണം ആ കർമ്മത്തിൽ തുടർച്ചയായി നമ്മൾ കാണുന്നത് എന്താണ്? അനിശ്ചിതത്വമാണ്. പക്ഷെ കർമ്മങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതൊരിക്കലും നമ്മുടെ ചിന്തയെ പിന്തുടർന്ന് സംഭവിക്കുന്നതല്ല. സംഭവങ്ങളെ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. ചിന്തിച്ച കർമ്മങ്ങളെ നമ്മുടേതാക്കുകയാണ്. കാരണം ഇപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ കർമ്മത്തെ എടുത്ത് ചിന്തിച്ചറിയാം. രാവിലെ ഉണർന്നു, ഞാൻ സ്വയം ചിന്തിക്കുന്നു, എനിക്ക് വള്ളിക്കാവിലേക്ക് പോകണം, സത്സംഗം നടത്തണം. എന്റെ ചിന്തയാണ്. പക്ഷെ ഉണർന്നതിന് ശേഷം ഇവിടെ എത്തിച്ചേരുന്നത് വരെയുള്ള കർമ്മത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചാൽ ഇതിലെനിക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. അവിടെ നിന്ന് ഇതുവരെയുള്ള കർമ്മത്തിൽ ഇത്രയും കാലം ഈ സമയം കൊണ്ട് സംഭവിച്ചു കഴിഞ്ഞ കർമ്മങ്ങളെ ഞാൻ എന്റേതാക്കുന്നു. കർമ്മങ്ങളെ തുടർന്ന് ഞാൻ ചിന്തിക്കുന്നു. മുമ്പ് ചിന്തിച്ചതുപോലെ സംഭവിക്കണമെന്നില്ല. എന്ത് സംഭവിക്കാം? സമയത്ത് ഉണരാതിരിക്കാം, ഉണർന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകാം, വന്നു ചേരാം, വരാതിരിക്കാം. ഏത് രീതിയിലാണ് കർമ്മങ്ങൾ പോകുന്നതെന്ന് മുൻകൂട്ടി എനിക്ക് ചിന്തിച്ച് തീരുമാനിക്കാൻ കഴിയത്തില്ല. ആ കർമ്മങ്ങൾ പലതരത്തിൽ നടക്കുന്നു. ആ കർമ്മങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യതകൾ അനന്തമാണ്. നടക്കാം, നടക്കാതിരിക്കാം, അതിനുള്ള വിഘ്നങ്ങൾ അനന്തമാണ്. ഈ തരത്തിൽ ഈ കർമ്മത്തിന് യാതൊരു തരത്തിലുള്ള സ്വാധീനവും ചെയ്യുന്നവന് നിയന്ത്രണവും ഇല്ല. പക്ഷെ ആ കർമ്മങ്ങൾ എങ്ങനെയോ നടന്നുകൊണ്ടേയിരിക്കുന്നു. കർമ്മങ്ങളെക്കുറിച്ച് ജീവൻ ചിന്തിക്കുന്നുണ്ട്. അവന്റെ മനസ്സിൽ പലതരത്തിലുള്ള ധാരണകളുണ്ട് അനുനിമിഷം. പക്ഷേ അതിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയാത്തത്. ചിലപ്പോൾ നമ്മൾ ധരിക്കുന്നു നമ്മൾ ചിന്തിച്ചതുപോലെയാണ് പ്രവർത്തിച്ചതെന്ന്. ഒരിക്കലുമല്ല. കാരണം ആ കർമ്മത്തിന്റെ സൂക്ഷ്മാംശങ്ങളെ, വിശദാംശങ്ങളെ നമുക്ക് ചിന്തിക്കുന്നതിന് പോലും കഴിയില്ല. കർമ്മം എന്ന് പറയുന്നത് അതിന് നിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സർവ്വകരണങ്ങളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചിന്തിച്ച് തിരിച്ചറിയുന്നതിനുള്ള ശേഷി പോലും ജീവനില്ല. വർത്തമാന ക്ഷണത്തിൽ നമ്മിൽ എന്തൊക്കെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കർണങ്ങൾ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇതും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് ജീവന്റെ ബുദ്ധിക്ക് അപ്പുറമാണ്. അതിൽ സ്ഥൂലമായ ചില ഭാവങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് അതെന്റേതാണെന്ന് ജീവൻ അഭിമാനിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഭഗവാൻ പറയും ഗഹന കർമ്മണോ ഗതി. ഈ കർമ്മത്തിന്റെ പോക്ക് ഗഹനമാണ്. എന്ന് വെച്ചാൽ ജീവന്റെ ബുദ്ധിക്ക് ദുർഗ്രാഹ്യമാണ്. അത് ഈശ്വര തത്വമാണ്. ഈശ്വരന്റെ പൂർണ്ണമായും നിയന്ത്രണത്തിലുള്ളതാണ് കർമ്മം. വർത്തമാന ക്ഷണത്തിൽ എന്നിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നു എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. പക്ഷെ വലിയ വലിയ കർമ്മങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയും പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം കേവലം സ്ഥൂലമായ ഭാവത്തിലാണ്. അതിൽ തന്നെ വന്നു ചേരാമെന്നുള്ള വിഘ്നങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ കർമ്മത്തിന്റെ ഫലപൂർത്തി എങ്ങനെയായിരിക്കും അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് അനുകൂലമായിരിക്കുമോ പ്രതികൂലമായിരിക്കുമോ ഒരു ഊഹാപോഹങ്ങളെ ആശ്രയിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വർത്തമാന ക്ഷണത്തിൽ പോലും കർമ്മങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല എങ്കിൽ ഭാവി കർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരു തരത്തിലും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയത്തില്ല. ചുരുക്കത്തിൽ എന്താണ്? കർമ്മം ജീവനെ സംബന്ധിച്ചിടത്തോളം അനിശ്ചിതമാണ്. പക്ഷേ നമ്മൾ കാണുന്നുണ്ട് ഈ പ്രപഞ്ചം കർമ്മമയമാണ്. ഈ പ്രപഞ്ചം ഒരു കർമ്മമണ്ഡലമാണ്. അവിടെ അനുസ്യൂതം കർമ്മങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു.
അപ്പോൾ ഈ കർമ്മങ്ങൾ ആരുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്? ജീവന്റെ നിയന്ത്രണത്തിലല്ലെങ്കിൽ മറ്റാരുടെയും നിയന്ത്രണത്തിൽ നടക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത് സർവഭൂത നിയാമകനായ ഈശ്വരനാണ് ഈ കർമ്മങ്ങളുടെ നിയന്താവ്, അല്ല ജീവനല്ല. ജീവനൊരു കർമ്മത്തിലും സ്വാധീനമില്ല. അപ്പോ കർമ്മങ്ങൾ ജീവന്റെ ഇച്ഛയും ജീവന്റെ സങ്കല്പവുമല്ല കർമ്മങ്ങളെ നിയന്ത്രിക്കുന്നതെങ്കിൽ കർമ്മങ്ങൾ ഇവിടെ നടക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് ഈശ്വരന്റെ ഇച്ഛയും ഈശ്വരന്റെ സങ്കല്പവുമാണ് ഈ കർമ്മങ്ങളെല്ലാം നടത്തിക്കുന്നത്. അത് ഈ പ്രപഞ്ച കർമ്മത്തെ എങ്ങനെയാണോ ഈശ്വരൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഈ ജീവകർമ്മത്തെയും അതിന്റെ ഒരു ഭാഗമായിരിക്കുന്ന ഒരംശമായിരിക്കുന്ന ജീവകർമ്മത്തെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. അതിൽ ജീവന് യാതൊരു തരത്തിലുള്ള സ്വാധീനവുമില്ല. ജീവൻ പരവശനായി തികച്ചും വിധേയനായി ഈശ്വരീയമായ ആ നിയമങ്ങൾക്ക് വിധേയനായി പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അല്ല ഒരു കർമ്മത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ആ തിരിച്ചറിവ് ജീവന് നൽകിയിട്ടില്ല. അപ്പോൾ ഈ വിവേകം ഇത് നമ്മുടെ അനുഭവത്തിൽ തെളിയുന്ന കാര്യമാണ്, ശാസ്ത്രം പറയുന്നത് മാത്രമല്ല. സ്വേച്ഛയ്ക്കനുസരിച്ച് കർമ്മങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ജീവന് കഴിഞ്ഞിരുന്നുവെങ്കിൽ, അങ്ങനെ കഴിഞ്ഞാൽ ആ ജീവൻ തന്നെ ഈശ്വര ഭാവത്തെ പ്രാപിക്കും. കർമ്മ നിയന്താവ എന്നുള്ള ഈശ്വരഭാവത്തെ പ്രാപിക്കും. അതൊരിക്കലും സംഭവിക്കുന്നില്ല. ജീവൻ എപ്പോഴും ജീവഭാവത്തിൽ ഇരുന്ന് ചെയ്യാനേ കഴിയുന്നുള്ളൂ. ആ ഈശ്വരഭാവം കർമ്മ നിയന്താവെന്നുള്ള ഈശ്വരഭാവം തത്വജ്ഞാനിക്ക് പോലും കൈവരുന്നില്ല. അജ്ഞന്റെ കാര്യം പറയാനുണ്ട്. അത് ഈശ്വരൻ തന്നെയാണ് അത് നിയന്ത്രിക്കുന്നത്. ആ ഈശ്വരൻ സർവഭൂതാശയനായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഹൃദയേശ്വരനായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ ഈശ്വര സാന്നിധ്യത്തെ തന്റെ ഹൃദയത്തിൽ തിരിച്ചറിയുക. തിരിച്ചറിയുമ്പോൾ ഒരുവൻ എന്ത് ചെയ്യുന്നു? ആ കർമ്മങ്ങളിൽ അയാൾ പുലർത്തുന്ന അഹന്തയെ ഞാൻ ചെയ്യുന്നു, എന്റെ ചിന്തയും എന്റെ ബുദ്ധിയും അനുസരിച്ച് എന്റെ കർമ്മങ്ങൾ ഞാൻ നിർണയിക്കുന്നു എന്നുള്ള ഭാവം അയാൾക്ക് നഷ്ടപ്പെടുന്നു. എന്റെ കർമ്മങ്ങൾ നിർണയിക്കപ്പെട്ടിരിക്കുകയാണ്, നിർണയിക്കുകയല്ല. വർത്തമാനക്ഷണത്തിൽ പോലും അത് നിർണയിക്കപ്പെട്ടിരിക്കുകയാണ്, ഭാവിയും നിർണയിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നിർണയിച്ചിരിക്കുന്നതാണ് ഈശ്വരീയ നിയമം. അപ്പോൾ അതിന് താൻ വിധേയനാകുക മാത്രമേ തനിക്ക് കരണീയമായിട്ടുള്ളൂ. അല്ലാതെ തനിക്ക് പുതുതായൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോ മനുഷ്യൻ ചിന്തിച്ച് പുതിയ പുതിയ കർമ്മരങ്ങൾ കണ്ടെത്തുന്നു, പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്യുന്നു. മനുഷ്യനങ്ങനെ കർമ്മമണ്ഡലത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം നമ്മൾ പറയാറുണ്ടല്ലോ. അതൊക്കെ ശരിയാണ്. പക്ഷെ അതെല്ലാം ഈ പറയുന്ന ഈശ്വര നിയമത്തിന് അധീനമായിട്ട് മാത്രം, അതിനെ മറികടന്നിട്ടല്ല. ആ ഈശ്വര നിയമത്തിന് അധീനമായി ഒരുവന് സ്വന്തം കർമ്മങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പുതിയ പുതിയ കർമ്മങ്ങളെ ആവിഷ്കരിക്കാനും എല്ലാം കഴിയുന്നുണ്ട്. പക്ഷെ അതിന്റെ നിയന്ത്രണം ഈശ്വരനാണ്. അല്ലെങ്കിൽ ഈശ്വരന്റെ നിയമത്തിന് വിധേയമായിട്ടാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കർമ്മത്തെ ഒരിക്കലും നമുക്ക് കുറ്റമറ്റതാക്കാൻ കഴിയാത്തത്. ആർക്കും കഴിയത്തില്ല. നമ്മൾ ആഗ്രഹിക്കുന്നു കർമ്മം കുറ്റമറ്റതായിരിക്കണം. എന്നുവെച്ചാൽ കർമ്മങ്ങളുടെ ഫലമായി നന്മയെ വരാൻ പാടുള്ളൂ, തിന്മ വരാൻ പാടില്ല. അത് ശ്രേയസ്സേ വരാൻ പാടുള്ളൂ, മറിച്ചൊന്നും വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നു. ഓരോ ജീവനും കർമ്മത്തെ പൂർണ്ണമായും അനുകൂലമാക്കാൻ ശ്രമിക്കുന്നു. താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു, കർമ്മത്തെയും കർമ്മഫലത്തെയും. പക്ഷെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറിച്ചാണ്. തന്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ല ഫലത്തിന്റെ പരിണാമം. ചിലപ്പോൾ അങ്ങനെ വരുന്നു, ചിലപ്പോൾ അങ്ങനെ അല്ലാതെയും വരുന്നു. ഏത് സത്കർമ്മം ചെയ്തു കഴിഞ്ഞാലും അവിടെ ഒരൽപ്പം
ദുഷ്കർമ്മ ഫലവും വരുന്നു. ഏത് ദുഷ്കർമ്മം അനുഷ്ഠിച്ചാലും അവിടെ സത്കർമ്മ ഫലവും അല്പം വരുന്നു. ഇങ്ങനെ കർമ്മങ്ങളുടെ ഫലം, കർമ്മങ്ങളുടെ സ്വരൂപം അനിശ്ചിതമായി തന്നെ പോകുന്നു. ജീവന്റെ ബുദ്ധിക്ക് ഒരിക്കലും പിടികിട്ടാതെ പോകുന്നു. അതുകൊണ്ട് നമുക്കെന്ത് മനസ്സിലാക്കാം? കർമ്മത്തിന്റെ നിയമം ഈശ്വരാധീനമാണ്. ഈശ്വരാധീനമാണെന്നുള്ള ബോധം കൊണ്ട് അതിന് വഴങ്ങിക്കൊടുക്കുക. ഈശ്വര കർമ്മത്തിന് സ്വയം വഴങ്ങിക്കൊടുക്കുക. അങ്ങനെ വഴങ്ങുന്നതാണ് അഹന്തയുടെ ത്യാഗം. ഞാൻ ചെയ്യുന്നു, എന്റെ സങ്കല്പമനുസരിച്ച്, എന്റെ ഇച്ഛയനുസരിച്ച് എന്റെ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നു എന്നുള്ള മിഥ്യാധാരണയെ മാറ്റി എന്റെ സങ്കല്പത്തിനോ എന്റെ ഇച്ഛയ്ക്കോ എന്റെ ഭാവനയ്ക്കോ അല്ല ഇവിടെ പ്രാധാന്യം, മറിച്ച് ഈശ്വര നിയമത്തിനാണ് കർമ്മത്തെ സംബന്ധിച്ചുള്ള എന്നുള്ള വിവേകബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുക. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ എന്തുവരുന്നു? ആ കർമ്മത്തിന്റെ സ്വഭാവം. കാരണം കർമ്മങ്ങൾ പലതരത്തിൽ അനുഭവപ്പെടുന്നു. കർമ്മങ്ങൾ ചിലപ്പോൾ അനുകൂലമായി തോന്നുന്നു, ചിലപ്പോൾ കർമ്മങ്ങൾ പ്രതികൂലമായി തോന്നുന്നു, ചിലപ്പോൾ അനായാസമായി തോന്നുന്നു, ചിലപ്പോൾ കഠിനമായി തോന്നുന്നു. പല ഭാവങ്ങളിലാണ് കർമ്മങ്ങൾ അനുഭവപ്പെടുന്നത്. ഈ കർമ്മ അനുഭവങ്ങൾ മനസ്സിൽ അതിനനുസരിച്ച് അനുകൂല പ്രതികൂല ഭാവങ്ങളെ സൃഷ്ടിക്കുന്നു. മനസ്സിൽ സന്താപത്തെയും സന്തോഷത്തെയും ഉണ്ടാക്കുന്നു. ഇവിടെ പറയുന്നു വിഗതജ്വരനായി, സന്താപരഹിതനായി, കർമ്മത്തെ ഈശ്വരന് അർപ്പിച്ചിട്ട് സന്താപരഹിതനായി കർമ്മം ചെയ്യാൻ പറയുന്നു. അപ്പൊ സന്താപരഹിതനായി കർമ്മം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തം അഹന്തയെ കർമ്മത്തിൽ പ്രതിഷ്ഠിക്കരുത്. ഈശ്വര ഇച്ഛയ്ക്ക്, ഈശ്വര സങ്കല്പത്തിനനുസരിച്ചാണ് തന്നിലും കർമ്മങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവേകം കൊണ്ട് ഈ കർമ്മം അനുകൂല ഭാവത്തിലും പ്രതികൂല ഭാവത്തിലും ഉണ്ടാക്കി തീർക്കുന്ന ഈ സന്താപ സന്തോഷങ്ങളെ അതിജീവിക്കണം. അതാണ് കർമ്മയോഗി കർമാനുഷ്ഠാനം കൊണ്ട് സാധിക്കുന്നത്. കർമാനുഷ്ഠാന വേളയിലും വിഗതജ്വരനായിരിക്കണമെന്നാണ്. അത് അഹന്തയുടെ ത്യാഗത്തിലൂടെ പറ്റും, അല്ലെങ്കിൽ അഹന്തയുടെ സമർപ്പണത്തിലൂടെ പറ്റും. അപ്പൊ കർമ്മത്തിൽ യാതൊരു ഉടമസ്ഥാവകാശവും കർമ്മം ചെയ്യുന്നവൻ വയ്ക്കാതിരിക്കുക. പൂർണ്ണമായും അത് ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നതെന്ന് തിരിച്ചറിയുക. ശ്രുതിയിൽ തന്നെ പറയും, അത് ധർമ്മമായാലും ശരി, അധർമ്മമായാലും. ഒരുവൻ സത്കർമ്മങ്ങൾ ചെയ്യുന്നു, വേറൊരു ദുഷ്കർമ്മം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ ഒരു സമയം സത്കർമ്മം ചെയ്യുന്നു, ദുഷ്കർമ്മം ചെയ്യുന്നു. ഒരാൾക്ക് ധർമ്മത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്, ധർമ്മം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അധർമ്മം പ്രവർത്തിക്കുന്നു. നമ്മൾ കാണുന്നുണ്ടല്ലോ, വിവേകികൾക്കും മാർഗഭ്രംശം സംഭവിക്കുന്നു. വിവേകത്തിന്റെ കുറവുകൊണ്ടല്ല, ആർജിതമായ വിവേകം കൊണ്ടൊരാൾ സമ്പന്നനാണ്, പക്ഷെ അയാൾ ധർമ്മമാർഗത്തിൽ ഭ്രഷ്ടനാകുന്നു, അധർമ്മത്തിൽ പ്രവർത്തിച്ചു പോകുന്നു. അതിന് പറയുന്നുണ്ട് ശ്രുതിയിൽ തന്നെ, ഏതൊരുവനെയാണോ ധർമ്മമാർഗത്തിൽ അവനെ ഉയർത്തി അവനെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അവനെ ഞാൻ ധർമ്മമാർഗത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. ഏതൊരുവനെയാണോ ഈ ബന്ധനത്തിൽ തന്നെ പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അവനെ അധർമ്മമാർഗത്തിലും പ്രവർത്തിപ്പിക്കുന്നു. അപ്പൊ ധർമ്മത്തിലും അധർമ്മത്തിലും ഒരുവൻ പ്രവർത്തിച്ചു പോകുന്നത് പോലും അവന്റെ സ്വാതന്ത്ര്യത്തിന്, അവന്റെ ഇച്ഛയ്ക്ക് വിധേയമായിട്ടല്ല. അത് ആർക്കും അനുഭവമുള്ള കാര്യമാണ്. നല്ല മാർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവനും ദുർമാർഗത്തിൽ പ്രവർത്തിച്ചു പോവുകയാണ് പരവശനായിട്ട്. ആഗ്രഹവും വിവേകവും ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ അത് നഷ്ടപ്പെട്ടു പോകും. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇതാണ് തെളിവ്. കർമ്മത്തിൽ
അവന് സ്വാതന്ത്ര്യമില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കണമല്ലോ. അതിനാണ് ശ്രുതി പറയുന്നത്, ഒരുവനെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവനെ സന്മാർഗത്തിൽ പ്രവർത്തിപ്പിക്കും. അവൻ പ്രവർത്തിക്കുന്നു എന്നല്ല, അവനെ പ്രവർത്തിപ്പിക്കുന്നു എന്നാണ്. തൽക്കാലം അവനെ രക്ഷപ്പെടുന്നിട്ടില്ല എന്നാണ് കരുതുന്നതെങ്കിൽ അവനെ ദുർമാർഗത്തിൽ പ്രവർത്തിപ്പിക്കും. അവന് വിവേകവും ബുദ്ധിയും എല്ലാം നൽകി അവനെ സന്മാർഗത്തിനും അതെല്ലാം നഷ്ടപ്പെടുത്തി ദുർമാർഗത്തിനും പ്രവർത്തിപ്പിക്കുന്നത് എന്താണ്? അത് ഈശ്വരീയമായ നിയമം എന്നാണ്. അപ്പോൾ അവിടെ പൗരുഷത്തിന്, ആ പൗരുഷം ഈശ്വരീയമായ നിയമത്തിന് വിധേയമായി പൗരുഷം വന്നു ചേർന്നാൽ അത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ആ നിയമത്തിന് വിധേയമല്ലാതെ പൗരുഷവും ഒരുത്തിന് കരഗതമാകത്തില്ല. സ്വപ്രയത്നം കൊണ്ട് സ്വപരിശ്രമം കൊണ്ട് ഇതിനെ അതിജീവിക്കാൻ ഒരാൾ ശ്രമിക്കുമ്പോൾ അത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അതിനൊരുവന് കഴിയും. അതിന് ഈശ്വരേച്ഛയും ഈശ്വര സങ്കല്പവും ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടുത്തി ഒരാൾക്ക് ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. എന്നുവെച്ചാൽ പൂർണ്ണമായും ഏറ്റവും സൂക്ഷ്മമായ പ്രാണസ്പന്ദനം മുതലുള്ള കർമ്മചലനങ്ങളെല്ലാം ഈശ്വരാധീനമാണ്. അതുകൊണ്ടാണ് ഒരു ജീവന് തന്റെ ശരീരത്തെ സ്വീകരിക്കുന്നതിനും ശരീരത്തെ വിടുന്നതിനും ഒന്നും സ്വാതന്ത്ര്യമില്ലാത്തത്. അതാണല്ലോ പ്രാഥമികമായ കർമ്മം. അതിലൊന്നും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുന്ന എന്തുകൊണ്ട്? അതെല്ലാം ഈശ്വരാധീനമായതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെ വിവേചിച്ചറിഞ്ഞ് കർമ്മം ഈശ്വരാധീനമാണ്, ഭ്രാമയൻ സർവഭൂതാനി, ഈശ്വരൻ സർവപ്രാണികളുടെയും ഹൃദയത്തിലിരുന്നു കൊണ്ട് സർവവ്യാപാരങ്ങളെയും ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഈശ്വരന്റേതായ വ്യാപാരങ്ങളിൽ സ്വന്തം അഭിമാനം പുലർത്താതെ, അത് ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനം പുലർത്താതിരിക്കുക. അങ്ങനെ പുലർത്താതിരിക്കുന്നതിന് വേണ്ടി ഭൃത്യവത് ചെയ്യുന്നു. ഇതൊന്നും എന്റേതല്ല, ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുകയാണ് എന്നുള്ളൊരു ഭാവനയെ മനസ്സിൽ വളർത്തുന്നു. കാരണം ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവന ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളോട് ജീവന്റെ ബന്ധം എന്താണ്? ഈ കർമ്മങ്ങളോട് ജീവൻ ബന്ധപ്പെട്ടിരിക്കുന്നത് ഞാനെന്നുള്ള ഭാവന കൊണ്ടാണ്, ഞാൻ ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അത് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ഈ കർമ്മങ്ങളോട് പിന്നെ ജീവനെ ബന്ധപ്പെടുത്തുന്നത് എങ്ങനെ? അത് ഈ കർമ്മങ്ങളെല്ലാം ഈശ്വരന്റേതാണ്. തന്റെ പങ്കെന്താണ്? താൻ തന്റേതല്ലാത്ത കർമ്മങ്ങളെ ചെയ്യുന്നു, ഈശ്വരന് വേണ്ടി ചെയ്യുന്നു. അഹന്തയെ പരിത്യജിക്കുന്ന അങ്ങനെ ആ കർമ്മങ്ങളെ താൻ അറിയാതെ തന്റെ അവിവേകം കൊണ്ട് അതിൽ താൻ പുലർത്തിയ അഹന്തയെ തൽക്കാലം മാറ്റിവെച്ചിട്ട് ഈ കർമ്മങ്ങളെല്ലാം ഈശ്വരന്റേതാണ്. അഹന്തയെ പൂർണ്ണമായി അജ്ഞാനിക്ക് ത്യജിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അഹന്തയെ അവലംബിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു, അത്രയും അഹന്ത കുറഞ്ഞിരിക്കും. അവിടെ അഹന്തയുടെ പൂർണ്ണമായ ത്യാഗം സംഭവിക്കുന്നില്ല. പക്ഷേ ഭാവന കൊണ്ട് അഹന്തയുടെ കാഠിന്യത്തെ കുറയ്ക്കുകയാണ്. ഞാൻ ഈശ്വരന് വേണ്ടി ചെയ്യുന്നു എന്നൊരു ഭാവന മനസ്സിൽ പ്രവർത്തുന്നു. ഞാൻ ചെയ്യുന്നു എന്നുള്ളതിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് ധരിക്കുന്നു. അല്ലെങ്കിൽ ധരിക്കണം എന്താണോ, ഇതെല്ലാം ചെയ്യുന്നത് ഈശ്വരൻ തന്നെയാണ് എന്ന് ധരിക്കണം. ഈശ്വരീയമായ കർമ്മങ്ങളാണ് സർവവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അഹന്തയുടെ ലേശം പോലും ആ കർമ്മങ്ങളോട് ബന്ധപ്പെട്ട് ജീവന് വരാൻ പാടില്ല. പക്ഷെ അത് കഴിയുന്നില്ല. അത് കഴിയാത്തതുകൊണ്ടാണ് ഇവിടെ ആദ്യം പറഞ്ഞ് അജ്ഞേന, അജ്ഞനായിട്ടുള്ളവൻ ഭൃത്യവത് കരോതി, ഞാൻ ഈശ്വരന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു. ഈശ്വരന് വേണ്ടി ചെയ്യുമ്പോൾ ആ കർമ്മത്തിലോ ആ കർമ്മത്തിന്റെ ഫലത്തിലോ തനിക്ക് യാതൊരു ഉടമസ്ഥാവകാശമില്ല, യാതൊരു ഫലഭോക്തൃത്വമില്ല എന്നുള്ള ഒരു മാനസിക ഭാവനയിൽ കർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഈശ്വരനെ മുൻനിർത്തി കർമ്മം ചെയ്യുന്നു എന്ന് പറയുന്നു. ഈശ്വര ബോധത്തെ മുൻനിർത്തി കർമ്മം ചെയ്യുന്നു. അങ്ങനെ കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം
എന്ന് പറയുന്നു. അങ്ങനെ കർമ്മം ചെയ്യുന്നതിന് മുഖ്യമായി വേണ്ടത് എന്താണ്? പ്രധാനമായി വേണ്ടത് ഈ കർണങ്ങളിലും ഇന്ദ്രിയങ്ങളിലും എല്ലാമുള്ള തന്റെ അധീശത്വം. ഒരു ജീവൻ സ്വയം കരുതുന്നു ഇതെല്ലാം എന്റെ നിയന്ത്രണത്തിലാണ്, ഞാനിതെല്ലാം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു, ഞാനിതൊക്കെ ചെയ്യുന്നു. ഇതെല്ലാം തന്റെ ഒരു അധീശത്വം താൻ സ്ഥാപിച്ചിട്ടുണ്ട് ജീവൻ. ഇത് വിവേകം കൊണ്ട് ഇതിനെ മാറ്റണം. മറിച്ച് ഇതിന്റെ അധീശൻ, തന്റെ മനസ്സിന്റെ, തന്റെ ഇന്ദ്രിയങ്ങളുടെ, തന്റെ ശരീരത്തിന്റെ എല്ലാം അധീശനായിരിക്കുന്നത് ഈശ്വരനാണ്. ആ ഈശ്വര അധീശത്വത്തെ അംഗീകരിക്കുന്നു. ജീവനാണിപ്പോൾ ഹൃദയേശ്വരനായിരിക്കുന്നത്. അതാണ് അഹന്ത. ആ ഹൃദയത്തിൽ പ്രകടമാകുന്നു, മനസ്സിൽ പ്രകടമാകുന്ന അഹന്ത. അവിടെ ആ ഹൃദയത്തിന്റെ ഈശ്വരനായി ഈശ്വരനെ പ്രതിഷ്ഠിക്കണം. ഈശ്വരൻ അവിടെയുണ്ട്, നമ്മൾ പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമില്ല, അതിനെ അംഗീകരിച്ചാൽ മതി. അപ്പൊ തന്റെ ഹൃദയത്തിൽ ഈശ്വരനെ, ഈശ്വരന്റെ സാന്നിധ്യത്തെ ഒരുവൻ തിരിച്ചറിയണം. അതാണ് കർമ്മയോഗിക്ക് കർമ്മസമർപ്പണത്തിന് അടിസ്ഥാനപരമായി വേണ്ടത്. തന്റെ ഹൃദയ സാന്നിധ്യത്തിൽ ഈശ്വര സാന്നിധ്യത്തെ തിരിച്ചറിയുക. അത് വിവേകം കൊണ്ടേ പറ്റും. അവിടെ അവന്റെ ജീവഭാവത്തെ ഇല്ലാതാക്കുകയാണ്. ഈശ്വരീയ ഭാവത്തെ തിരിച്ചറിയുമ്പോൾ തന്റെ ജീവഭാവത്തെ അവിടെ ഇല്ലാതാക്കുകയാണ്. തന്റെ സർവകർമ്മങ്ങളും ആ ഈശ്വരീയ നിയമം അനുസരിച്ച് സംഭവിക്കട്ടെ, അത് സംഭവിച്ചു പോട്ടെ, അത് സംഭവിച്ചു കൊള്ളട്ടെ എന്നുള്ള ഭാവനയിൽ ആ കർമ്മങ്ങളിലേക്ക് അയാളുടെ മനസ്സുകൊണ്ട് സംഘം പുലർത്താതിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാവുന്നതാണ് ഭൂതകർമ്മങ്ങളെ, കഴിഞ്ഞുപോയ കർമ്മങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് പ്രയോജനമില്ല. നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ വർത്തമാന കർമ്മങ്ങളെയാണ്. ആ വർത്തമാന കർമ്മങ്ങളെ തിരിച്ചറിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന എന്താണ്? ചില യാഥാർത്ഥ്യങ്ങൾ, നമ്മുടെ സങ്കല്പങ്ങൾ, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ വിവേകം, ഇതിനൊന്നും അനുസരിച്ചായിരിക്കില്ല നമ്മുടെ കർമ്മങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ അതിനനുസരിച്ചൊന്നും വരാം. അപ്പോൾ കർമ്മയോഗി എന്ത് ചെയ്യുന്നു? ഇതിനെ തിരിച്ചറിയുമ്പോൾ തന്റെ കർമ്മങ്ങൾ തന്റെ വിവേകവും തന്റെ സങ്കല്പവും തന്റെ ഇച്ഛയും അനുസരിച്ചല്ല എന്ന് തിരിച്ചറിയുമ്പോൾ ആ കർമ്മങ്ങളുടെ കർത്തൃത്വത്തെ ഈശ്വരനിൽ വയ്ക്കുന്നു. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? വർത്തമാന ക്ഷണത്തിൽ എന്നെ നടക്കുന്ന കർമ്മം, ഞാൻ അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അത് ചെയ്യരുതെന്ന് ആഗ്രഹിച്ചു, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കർമ്മങ്ങൾ ഈശ്വരദത്തമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈശ്വര അധീനമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കർമ്മങ്ങളിൽ എനിക്ക് യാതൊരു സ്വാധീനവുമില്ല, എനിക്കിതിൽ യാതൊരു ഉടമസ്ഥാവകാശവുമില്ല, ഇതിൽ യാതൊരു കർത്തൃത്വമില്ല. അതുകൊണ്ട് ഈ കർമ്മങ്ങൾ എന്റേതല്ല, ഈശ്വരന്റേതാണ് എന്നുള്ള വിവേകത്തെ അനുക്ഷണം അന്ധകരണത്തിൽ നിലനിർത്തുക. അതാണ് കർമ്മത്തിന്റെ ഈശ്വര സമർപ്പണം. ഈ തിരിച്ചറിയലാണ്. അതാണ് അധ്യാത്മചേതസ ഇവിടെ പറയുന്നു. അധ്യാത്മം എന്ന് വെച്ചാൽ ആത്മാവിൽ, തന്നിൽ എന്നർത്ഥം. തന്നിൽ ഉള്ള മനസ്സുകൊണ്ട്, ചേതസ് മനസ്സ്, തന്നിലുള്ള മനസ്സെന്ന് പറയുന്നത് ഈ കർമ്മം രംഗം തന്റെ ഉള്ളിലാണ്, ബാഹ്യമല്ല. തന്റെ ഉള്ളിൽ അനുക്ഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കർമ്മചലനങ്ങൾ, അതിൽ ഉള്ള വിവേകമാണ്. അത് ആരുടെ കർമ്മചലനങ്ങൾ? അത് ഈശ്വരന്റേതാണ്, തന്റേതല്ല. തന്റേതായിരുന്നുവെങ്കിൽ തന്റെ ഇച്ഛയ്ക്കും തന്റെ സങ്കല്പത്തിനും അനുസരിച്ച് നടന്നു. അതൊരിക്കലും നടക്കുന്നില്ല. അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വര നിയമം അനുസരിച്ചാണ്. പിന്നെ താനെന്തിന് അതിൽ കർത്തൃത്വം ഏറ്റെടുക്കണം? താനെന്തിന് തന്റെ അഹന്തയെ അതിൽ കൊണ്ട് ബന്ധപ്പെടുത്തണം? അതിന്റെ കാര്യമില്ല.
എന്ന് കർമ്മത്തിന്റെ അനുഭവവേളയിൽ. കർമ്മ അനുഭവത്തെ നമുക്ക് വർത്തമാനക്ഷണത്തിലെ അറിയാൻ പറ്റുന്നു. കർമ്മസ്ഥായിയല്ല, അത് പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭാവി കർമ്മത്തെക്കുറിച്ച് നമുക്ക് ബോധമില്ല. കഴിഞ്ഞ കർമ്മങ്ങൾ അത് സ്മരിച്ചിട്ട് പ്രയോജനമില്ല. അപ്പം വർത്തമാന കർമ്മങ്ങളിൽ ആ ഒരു ബോധം വരുത്തുക. അങ്ങനെ വരുമ്പോൾ ഒരുവൻ നീതിബോധം, ധർമ്മബോധം, നേരത്തെ പറഞ്ഞല്ലോ സ്വധർമ്മം, അതിനെക്കുറിച്ചുള്ള ബോധം, ഈ ബോധമെല്ലാം ഒരുവൻ ആർജിച്ച് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ബോധത്തിനെ അനുസരിച്ച് കർമ്മം ഒരാൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വാസ്തവത്തിൽ തന്റെ വിവേകത്തെ ദൃഢമാക്കി ഒരു കർമ്മയോഗി കർമ്മം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കർമ്മം സംഭവിക്കുന്നത് അവന്റെ പ്രതീക്ഷയ്ക്ക് അനുകൂലമായാലും ശരി പ്രതികൂലമായാലും ശരി അതിലവൻ വ്യാകുലപ്പെടുന്നില്ല. അതാണ് ഒരു വിവേകിയായ ഒരുവൻ സാധാരണഗതി കർമ്മം ചെയ്യുന്നു. വിവേകത്തിനനുസരിച്ച് കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ കർമ്മം ചിലപ്പോൾ അവന്റെ വിവേകത്തെ അനുകൂലിച്ചില്ലെന്ന് വരും. അവിടെ അവൻ നിരാശപ്പെടും. ഞാൻ ഇങ്ങനെ അല്ലല്ലോ പ്രവർത്തിക്കേണ്ടിയിരുന്നത്. കർമ്മയോഗിയിൽ അതുണ്ടാകുന്നില്ല. നിരാശയില്ല. നിരാശ ദുഃഖത്തിന് കാരണമാണ്. കർമ്മയോഗിയെക്കുറിച്ച് എന്താണ് പറയുന്നത്? വിഗതജ്വരനായി ചെയ്യാനാണ്, സന്താപമില്ലാതെ കർമ്മം ചെയ്യാനാണ്. അതായത് സന്താപം എന്ന് പറയുന്നത് സംസാരക്ലേശമാണ്. സംസാരക്ലേശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് സന്താപമാണ്. അപ്പോൾ ഈ സംസാരക്ലേശങ്ങളൊന്നുമില്ല, ശാന്തനായി നിരാശിഹി നിർമ്മമോ എന്നെല്ലാം പറയുന്നത് ഇതിന്റെ വ്യാഖ്യാനമാണ് ഈ പറയുന്നത്. അവൻ കർമ്മം ചെയ്യുന്നു. അപ്പോൾ ഒരു കർമ്മയോഗിയുടെ അടയാളം തിരിച്ചറിയുക, അയാൾ കർമ്മരംഗത്ത് ഒരിക്കലും ദുഃഖിക്കുന്നില്ല എന്നുള്ളതാണ്. ചോദിക്കും, അപ്പോൾ കർമ്മം എങ്ങനെയെങ്കിലും നിർവഹിക്കുകയാണോ? കർമ്മയോഗി കർമ്മത്തെ ഒരു തരത്തിലും കർമ്മയോഗി നിർവഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും നിർവഹിക്കുക എന്നുള്ള ഒരു പ്രശ്നമേ വരുന്നില്ല. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തെക്കുറിച്ചുള്ള വിവേകമുണ്ട്, ആ സ്വധർമ്മത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്. ആ ബോധത്തിനനുസരിച്ച് തന്നെയാണ് അയാൾ കർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നതും കർമ്മം ചെയ്യുന്നതും. പക്ഷേ ആ കർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കർമ്മം തന്റെ നിയന്ത്രണത്തിന് അപ്പുറം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആ കർമ്മത്തിന്റെ വിപരീത ഭാവങ്ങളിൽ കർമ്മയോഗി ഒരിക്കലും സന്തപിക്കുന്നില്ല, ദുഃഖിക്കുന്നില്ല. എന്തുകൊണ്ട്? അതെല്ലാം തന്റെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള കാര്യങ്ങളാണെന്ന് തിരിച്ചറിയും. അപ്പോൾ കർമ്മയോഗിക്ക് എന്തും ചെയ്യാമോ? ഇല്ല. എന്തും ചെയ്യുന്ന എവിടെയാണോ തന്റെ അഹന്തയെ ഉപയോഗിക്കുന്നത് അവിടെയാണ് ഒരുവൻ എന്തും ചെയ്യുന്നത്. അഹന്ത കൊണ്ട് ചെയ്യുമ്പോഴാണ് ബോധപൂർവം അവൻ ദുർമാർഗത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ സദാചാര നിയമങ്ങളെ തെറ്റിച്ച് പ്രവർത്തിക്കുന്നത്. അത് അവന്റെ അഹന്തയെ ഉപയോഗിച്ചവൻ പ്രവർത്തിക്കുമ്പോഴാണ്. കർമ്മയോഗി അഹന്ത ഉപയോഗിക്കുന്നില്ല, മറിച്ച് പൂർണ്ണമായും ഈശ്വര ഇച്ഛയ്ക്ക് വിധേയമായി നടക്കുന്ന കർമ്മങ്ങളെ അനുകൂലിച്ച് കർമ്മങ്ങൾക്കൊപ്പം മുന്നോട്ട് പോവുകയാണ്. താൻ ഇച്ഛിച്ചാലും ഇച്ഛിച്ചില്ലെങ്കിലും, താൻ ചെയ്താലും ചെയ്തില്ലെങ്കിലും കർമ്മങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? അത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. തന്റെ കർമ്മങ്ങൾ ഇന്നതാണെന്ന് മുമ്പ് തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെ നിശ്ചയിച്ചു? ഈശ്വര നിശ്ചയമായി, ഈശ്വര നിയമത്തിന് വിധേയമായി. അതെല്ലാം ഈ ശരീരത്തോടുകൂടി ജനിക്കുമ്പോൾ തന്നെ അത് നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു. ആ നിശ്ചയിക്കപ്പെട്ടത് തന്നെയാണ് തന്റെ വിധി. ആ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് തന്നെയാണ് തന്റെ പൗരുഷവും. ഈ രണ്ടും നിശ്ചയിക്കപ്പെട്ടതാണ്. വിധി എന്ന് പറയുമ്പോൾ പൗരുഷത്തെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റത്തില്ല. പൗരുഷവും നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ്, അതും വിധിയിൽ അന്തർഭവിച്ചിരിക്കുകയാണ്.
തന്റെ സങ്കല്പങ്ങളും തന്റെ ഇച്ഛകളും തന്റേതെന്ന് വരുന്ന സർവവും ആ ഈശ്വരീയമായ വിധിക്ക് അധീനമാക്കിയിരിക്കുകയാണ്. ആ വിധിയിൽ അന്തർഭവിപ്പിച്ച പൗരുഷത്തെയാണ് താനെടുത്ത് പ്രയോഗിക്കുന്നത്. വിധിയിൽ നിന്നും വിടർത്തി സ്വതന്ത്രമാക്കി നമുക്ക് പൗരുഷത്തെ പ്രയോഗിക്കാൻ സാധ്യമല്ല. ഈ തിരിച്ചറിവ് ഉള്ള കർമ്മയോഗി ഈശ്വരന്റെ നിയമത്തിന് വശംവദനായി പൂർണ്ണമായും കീഴ്പ്പെട്ട് കർമ്മത്തോടൊപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് കർമ്മത്തിന്റെ സമർപ്പണം. ഒരു കർമ്മത്തെയും അയാൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയല്ല, മറിച്ച് തന്നിൽ വന്നു ചേർന്നിരിക്കുന്ന കർമ്മങ്ങൾക്ക് ഒപ്പം അയാൾ സഞ്ചരിക്കുകയാണ്. കർമ്മം അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സഹചാരിയാണ്, ഒപ്പം പോകുന്ന ഒന്നാണ്. അതാണ് കർമ്മയോഗിയുടെ അഹന്ത ത്യാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഹന്തയുടെ സമർപ്പണം എന്ന് പറയുന്നു. ഈശ്വര ഇച്ഛയ്ക്ക് തന്റെ ഇച്ഛയെ വിധേയമാക്കി കൊടുക്കുക, ഈശ്വര സങ്കല്പത്തിന് തന്റെ സങ്കല്പത്തെ വിധേയമാക്കി കൊടുക്കുക, അങ്ങനെ കർമ്മം ചെയ്യുക. അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു ജീവൻ കർമ്മകുശലനായ ഒരുവൻ, കർമ്മം ചെയ്യുന്നതിന് സമർത്ഥനായ ഒരുവൻ, അവൻ കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. കർമ്മയോഗി അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കർമ്മയോഗിക്ക് കർമ്മസാമർഥ്യമില്ലാന്നില്ല, കർമ്മസാമർഥ്യമുണ്ട്. ആ കർമ്മസാമർഥ്യത്തെ ഉപയോഗിക്കുന്നില്ല എന്നല്ല, അത് ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് അയാൾ കർമ്മം ചെയ്യുന്നു. കർമ്മയോഗിക്കും പ്ലാനും പദ്ധതിയെല്ലാം കർമ്മയോഗിക്കുമാകാം. പക്ഷെ അങ്ങനെ കർമ്മയോഗിയും സ്വന്തം ഇച്ഛയെ ഉപയോഗിക്കുന്നുണ്ട്, കർമ്മയോഗി സ്വന്തം സങ്കല്പത്തെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ സ്വന്തം സങ്കല്പത്തെയും സ്വന്തം ഇച്ഛയെയും സ്വന്തം പദ്ധതികളെയും ഉപയോഗിച്ച് കർമ്മയോഗി കർമ്മം ചെയ്യുമ്പോൾ ആത്യന്തികമായി അയാൾ മനസ്സിലാക്കുന്നു, താൻ ഈ സ്വന്തമെന്ന് കരുതിയിരിക്കുന്നതൊന്നും സ്വന്തമല്ല. ഇതെല്ലാം നിശ്ചയിക്കപ്പെട്ടത് തന്നെ, തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതിൽ താൻ ആത്മാഭിമാനം പുലർത്തുകയാണ്, സ്വന്തമാക്കുകയാണ്. ഇപ്പോൾ കർമ്മയോഗിക്ക് സ്വയം ചിന്തിക്കുന്നതിനും സ്വയം പ്രവർത്തിക്കുന്നതിനും അവകാശമില്ലെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ തനിക്ക് അതെല്ലാം ദത്തമാണ്, ഈശ്വരദത്തമാണത്. സ്വയം ചിന്തിക്കാനും സ്വയം പ്രവർത്തിക്കാനും എല്ലാം ഈശ്വരദത്തമായൊരവകാശമാണ്. തന്റെ അഹന്തയെ മുൻനിർത്തി താൻ സൃഷ്ടിച്ചതല്ല, തനിക്ക് വേണ്ടി അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് കർമ്മയോഗി തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു പോകുമ്പോൾ, നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കർമ്മത്തിന്റെ ഒരംശം പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത് ഈശ്വര സങ്കല്പത്തിൽ അടങ്ങിയിരിക്കുന്നതാണ്, ജീവസങ്കല്പത്തിൽ അടക്കാമെന്നുള്ളതല്ല. അതുകൊണ്ട് ഈ കർമ്മത്തെ നമുക്ക് മുഴുവൻ തിരിച്ചറിയാൻ പറ്റുന്നില്ല. വർത്തമാനക്ഷണത്തിലുള്ള കർമ്മത്തെ പോലെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ചിന്തിച്ച് പ്രവർത്തിക്കുന്നിടത്ത് നമ്മുടെ ചിന്തയ്ക്കും പ്ലാനിനും വിരുദ്ധമായി പലത് സംഭവിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആഗ്രഹിച്ചതുപോലെയല്ല പ്രവൃത്തി ഫലത്തിൽ വരുന്നത്. അല്ലെങ്കിൽ കർമ്മത്തെ സംബന്ധിച്ചായാലും ശരി, കർമ്മത്തിന്റെ ഫലത്തെ സംബന്ധിച്ചായാലും നമ്മൾ അനുകൂലം ആഗ്രഹിച്ചു, അനുകൂലത്തിന് വേണ്ടി പ്രവർത്തിച്ചു, പക്ഷെ പ്രതികൂലം സംഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ വരുന്ന സന്ദർഭത്തിൽ സാധാരണ ഒരു കർമ്മിയാണെങ്കിൽ അവിടെ തളർന്നു പോകും. കാരണം താൻ ഇച്ഛിച്ചതല്ല, താൻ സങ്കല്പിച്ചതല്ല സംഭവിച്ചത്. കർമ്മയോഗിയാണെങ്കിലോ തനിക്ക് ചിന്തിക്കാൻ കഴിയാത്തത്, തനിക്ക് കൽപ്പിക്കാൻ കഴിയാത്തത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ അത് എന്തുകൊണ്ട് സംഭവിച്ചു? അത് ഈശ്വര കൽപ്പനയാണ്, അത് ഈശ്വര ഇച്ഛയാണ്. അതിനയാൾ വിധേയനായി കൊടുക്കുന്നു. അപ്പോ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായി ഒന്നിനെയും കാണുന്നില്ല. പ്രതികൂലമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും തന്റെ
ചിന്തയ്ക്ക് പ്രതികൂലമായതാണ്, തന്റെ ആഗ്രഹത്തിന് പ്രതികൂലമായതാണ്. വാസ്തവത്തിൽ അത് ഈശ്വരന്റെ സങ്കല്പത്തിനും ഈശ്വരന്റെ ഇച്ഛയ്ക്കും അനുകൂലം തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നു. അതാണ് തന്റെ സങ്കല്പത്തെ, തന്റെ ഇച്ഛകളെ ഈശ്വര ഇച്ഛയോട് സമന്വയിപ്പിക്കുക എന്ന് പറയുന്നു. തന്റെ കർമ്മങ്ങൾക്ക് വിഘ്നം വരുമ്പോൾ താൻ അവിടെ പരിതപിക്കുന്നു. എന്താണ്? ആ വിഘ്നത്തെ ഒഴിവാക്കുന്നതിന് തനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ആ വിഘ്നത്തെ ഒഴിവാക്കി ആ കർമ്മത്തെ പൂർണ്ണമാക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നല്ലോ എന്ന് കരുതി ദുഃഖിക്കുന്ന ഒരാൾ. കർമ്മയോഗി അങ്ങനെ ദുഃഖിക്കുന്നില്ല. എന്തുകൊണ്ട്? തന്റെ ചിന്തയ്ക്കും തന്റെ സങ്കല്പത്തിനും അപ്പുറം സംഭവിച്ച വിഘ്നങ്ങൾ അത് ഈശ്വര സങ്കല്പത്തിനും ഈശ്വരേച്ഛയ്ക്കും അധീനമായ കാര്യങ്ങളാണ്. തന്റെ ബുദ്ധിയും കഴിവും അതിനെ ഉൾക്കൊള്ളത്തക്ക രീതിയിൽ വളർന്നിട്ടില്ല. അതുകൊണ്ട് അത് സംഭവിച്ചു പോയതാണ്. അതിൽ കർമ്മയോഗിക്ക് പരിതാപമില്ല. കർമ്മയോഗി അതിനെ അംഗീകരിക്കുന്നു. കർമ്മയോഗി ജയത്തെ എങ്ങനെ സ്വീകരിക്കുന്നു അതുപോലെ തന്നെ പരാജയത്തെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്റെ കർമ്മത്തിൽ, കർമ്മമാർഗത്തിൽ വരുന്ന എല്ലാ വിഘ്നങ്ങളെയും കർമ്മയോഗിക്ക് ഒന്നും അപ്രതീക്ഷിതമായി കാണുന്നില്ല. എന്തുകൊണ്ട്? ആ വിഘ്നങ്ങളും തടസ്സങ്ങളും പരാജയങ്ങളും എല്ലാം ഈശ്വര സങ്കല്പമനുസരിച്ച് സംഭവിച്ചത് തന്നെ എന്ന് കരുതുമ്പോൾ കർമ്മയോഗിയുടെ സങ്കല്പങ്ങളും കർമ്മയോഗിയുടെ ഇച്ഛയും ഈശ്വര സങ്കല്പവും ഈശ്വര ഇച്ഛയുമായി ഒത്തുപോകുന്നു. അപ്പൊ സന്താപം കർമ്മയോഗിയിൽ ഇല്ലാതെ വരുന്നു. സന്താപം വരുന്നവിടെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി സങ്കല്പിക്കുമ്പോൾ ആ പ്രതീക്ഷയുടെ വിപരീതങ്ങളെ കർമ്മയോഗി എന്ത് ചെയ്യുന്നു? അതിനെയും കർമ്മയോഗി പ്രതീക്ഷിക്കുന്നു. എങ്ങനെ? തന്റേതായിട്ടല്ല, ഈശ്വരന്റേതായിട്ട്. കർമ്മപൂർത്തിക്ക് വിഘ്നം തടസ്സമായി വരുമ്പോൾ ആ വിഘ്നത്തെ കർമ്മയോഗി സാധാരണ ഒരു കർമ്മി പ്രതീക്ഷിക്കുന്നതല്ല. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലോ കർമ്മയോഗി അതിനെയും പ്രതീക്ഷിക്കുന്നു. എങ്ങനെ പ്രതീക്ഷിക്കുന്നു? അത് ഈശ്വര സങ്കല്പത്തിൽ, ഈശ്വര ഇച്ഛയിൽ അങ്ങനെ വിഘ്നങ്ങൾ വന്നു ചേർന്നു എന്ന് പ്രതീക്ഷിക്കുന്നു, വന്നു ചേരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായി ഒന്നും സംഭവിക്കുന്നില്ല. താൻ ആഗ്രഹിക്കാത്തതായി, താൻ ചിന്തിക്കാത്തതായി ഒന്നും സംഭവിക്കുന്നില്ല. തന്റെ ആഗ്രഹത്തിന് വിപരീതമായോ തന്റെ ആഗ്രഹത്തിന് അനുകൂലമല്ലാതെയോ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ ഇച്ഛയാണ്, ഈശ്വരന്റെ സങ്കല്പമാണ് എന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് കർമ്മത്തിന്റെ വിപരീത ഫലങ്ങൾ ഒരിക്കലും കർമ്മയോഗിയെ അലട്ടുന്നില്ല. അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അതാണ് മുമ്പ് പറഞ്ഞത്. ജയപരാജയങ്ങൾ, മാനാപമാനങ്ങൾ, ലാഭനഷ്ടങ്ങൾ, ഈ ദ്വന്ദ്ങ്ങളെല്ലാം കർമ്മയോഗിയെ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? കർമ്മയോഗി ഈശ്വര സങ്കല്പത്തെയും ഈശ്വര ഇച്ഛയെയും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്റെ കർമ്മത്തെ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നു. കർമ്മയോഗി കർമ്മഫലത്തെ പ്രതീക്ഷിക്കുന്നില്ല. പ്രതീക്ഷിച്ചാലോ? കർമ്മയോഗിക്ക് കർമ്മഫലത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്. അവശ്യമായും കർമ്മം ഫലത്തെ നൽകും എന്നുള്ള നിയമത്തെക്കുറിച്ചുള്ള ബോധമുണ്ട്. അപ്പോൾ കർമ്മയോഗി കർമ്മഫലത്തെ പ്രതീക്ഷിച്ചാലോ? ആ കർമ്മഫലത്തെ ആ ജീവന്റെ കർമ്മത്തിന്റെ ഫലമായിട്ടല്ല കർമ്മയോഗി പ്രതീക്ഷിക്കുന്നത്. മറിച്ച് ഈശ്വരന്റെ സങ്കല്പവും ഈശ്വരന്റെ ഇച്ഛയും അനുസരിച്ചുള്ള കർമ്മഫലത്തെയാണ് കർമ്മയോഗി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കർമ്മഫലത്തിന്റെ ന്യൂനതകളും കർമ്മയോഗിയെ ബന്ധിക്കുന്നില്ല, ദുഃഖം കൊണ്ട് ബന്ധിക്കുന്നില്ല. എന്തുകൊണ്ട്? ആ കർമ്മഫലത്തിൽ വന്ന ന്യൂനതകളും ആ കർമ്മഫലത്തിൽ വന്ന മേന്മകളും അത് ഈശ്വര സങ്കല്പത്തിൽപ്പെട്ടതാണ് എന്ന് കർമ്മയോഗി തിരിച്ചറിയുന്നു. അതാണ് കർമ്മത്തിന്റെയും കർമ്മഫലത്തിന്റെയും സമർപ്പണം. തന്റെ ഇച്ഛയെ ഈശ്വര ഇച്ഛയ്ക്ക് അധീനമാക്കുക, തന്റെ സങ്കല്പങ്ങളെ ഈശ്വര സങ്കല്പത്തിന് അധീനമാക്കുക. അങ്ങനെ കർമ്മയോഗി ചെയ്യുന്നു. അതിന്റെ ഫലം എന്താണ്? കർമ്മയോഗിക്ക്
നിശ്ചിന്തത, കർമ്മത്തെ സംബന്ധിച്ചുള്ള നിശ്ചിന്തത. കർമ്മം എങ്ങനെ ഇത് പരിണമിക്കും, ഈ കർമ്മം എങ്ങനെ പൂർത്തിയാക്കും, ഈ തരത്തിലുള്ള ഉത്കണ്ഠ കർമ്മയോഗിയുടെ മനസ്സിൽ. കർമ്മത്തെക്കുറിച്ച് കർമ്മയോഗി ചിന്തിക്കുന്നില്ല എന്നർത്ഥമില്ല. കർമ്മത്തെക്കുറിച്ച് കർമ്മയോഗി പൂർണ്ണമായും ചിന്തിക്കുന്നുണ്ട്. കർമ്മത്തെക്കുറിച്ച് കർമ്മയോഗി സങ്കല്പിക്കുന്നുണ്ട്. പക്ഷെ മുഖ്യമായ കാര്യം എന്താണ്? ആ ചിന്തകളും സങ്കല്പങ്ങളും ഈശ്വര സങ്കല്പത്തിനും ഈശ്വര ഇച്ഛയ്ക്കും പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് കർമ്മ പരിണാമങ്ങളെ സംബന്ധിച്ച് കർമ്മയോഗി ഉത്കണ്ഠയില്ല. എന്തുകൊണ്ട്? കർമ്മ പരിണാമത്തെക്കുറിച്ച് ഒരു ജീവൻ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയുന്നില്ല. അതെങ്ങനെയും പരിണമിക്കാം. ഏതു തരത്തിലും ആ കർമ്മങ്ങൾ മാറിമറിഞ്ഞു വരാം. എന്തുകൊണ്ട്? അത് നിയന്ത്രണം ഈശ്വരന്റെ കയ്യിലാണ് അതിന്റെ. അതുകൊണ്ട് കർമ്മത്തിന്റെ പരിണാമങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയില്ല. അതുപോലെ തന്നെ കർമ്മത്തിന്റെ ഫലങ്ങളെക്കുറിച്ചും ഉത്കണ്ഠയില്ല. നിരാശീഹി, ആശയില്ലാത്തവനായി എന്നിവിടെ പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ ഉത്കണ്ഠകളില്ലാത്ത ഒരു മനസ്സ് ശാന്തമായിരിക്കും. അങ്ങനെ ശാന്തമായ മനസ്സിലെ കർമ്മത്തോടും കർമ്മഫലത്തോടുമുള്ള മമത ഇല്ലാതിരിക്കും. നിർമ്മമോ ഭൂത്വ, നിർമ്മമനായി. കർമ്മത്തെ സംബന്ധിച്ച് കർമ്മഫലത്തെ സംബന്ധിച്ചുള്ള അനുകൂല പ്രതികൂല ചിന്തകൾ, അതാണ് ഈ മമത, കർമ്മത്തോടും ഫലത്തോടുമുള്ള മമത. അപ്പോൾ കർമ്മത്തിന്റെ ഗതി, കർമ്മത്തിന്റെ പരിണാമം പൂർണ്ണമായും ഈശ്വര സങ്കല്പത്തിന് അധീനമാണ് എന്ന് തിരിച്ചറിയുന്ന കർമ്മയോഗി ഇതിലൊന്നിനും തന്നെ പ്രത്യേക താല്പര്യം വയ്ക്കുന്നില്ല. മനസ്സിന്റെ പ്രത്യേക താല്പര്യങ്ങൾ വയ്ക്കുന്നില്ല. മനസ്സിന്റെ പ്രത്യേക താല്പര്യങ്ങളെയാണ് മമത എന്ന് പറയുന്നത്. അതായത് വാശി പിടിക്കുന്ന മനസ്സിൽ ഈ കർമ്മം ഇന്ന രീതിയിൽ തന്നെ എനിക്ക് പൂർത്തിയാക്കണം, ഈ കർമ്മം ഇന്ന രീതിയിൽ തന്നെ പരിണമിക്കണം എന്നൊരു വാശി മനസ്സിൽ വയ്ക്കുന്നു. ഒരിക്കലും അങ്ങനെ സംഭവിച്ചു കൊള്ളണമെന്നില്ല. വിപരീതമായി തന്നെ സംഭവിച്ചെന്നും വരാം. അങ്ങനെ വരുമ്പോൾ അത് ആ വാശിയുള്ള മനസ്സിൽ പെട്ടെന്ന് നിരാശ വരും. ആ വാശിയാണ് മനസ്സിന്റെ മമത എന്ന് പറയുന്നത്. കർമ്മയോഗിയാണെങ്കിലോ, കർമ്മയോഗിക്കറിയാം അങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. കർമ്മണ്യേവ അധികാരത്തെ, ആ കർമ്മം കഴിയുന്നത്ര ഭംഗിയായി നിർവഹിക്കുക. അത് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബുദ്ധിയും കഴിവുമെല്ലാം ഈശ്വരദത്തമായി ഈ ജീവനിൽ വന്നു ചേർന്നിരിക്കുന്നത്. അല്ലാതെ അത് വാശി പിടിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈശ്വര സങ്കല്പത്തെ, ആ കർമ്മത്തിന്റെ പിന്നിലുള്ള ഈശ്വര ഇച്ഛയെ അംഗീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ കർമ്മയോഗി നിരാശനാവും. അതിന് കാരണമായി തീരും കർമ്മയോഗിയുടെ ആ മമത. അപ്പോൾ കർമ്മയോഗി അശാന്തനാവും, കർമ്മയോഗി ഉത്കണ്ഠാകുലനാകും. ഇതൊന്നും കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് ഉണ്ടായിരിക്കയില്ല. അയാൾ കർമ്മയോഗിയാണെങ്കിൽ അയാൾ ശാന്തനായി കർമ്മം ചെയ്യുന്നു, സന്താപരഹിതനായി കർമ്മം ചെയ്യുന്നു. ആ സന്താപരഹിതനായി കർമ്മം ചെയ്യുന്നതിന് ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും അയാളുടെ കൂട്ടത്തിൽ വേണം. ഒന്ന് നിരാശീഹി, ഒന്ന് നിർമ്മമം. ഇത് രണ്ട് കാര്യങ്ങളും, നിർമ്മമത്വവും നിരാശയും വേണമെങ്കിൽ എന്ത് വേണം? അയാളുടെ കർമ്മസമർപ്പണം പൂർണ്ണമായിരിക്കണം. തന്റെ ഇച്ഛയെയും തന്റെ സങ്കല്പങ്ങളെയും ഈശ്വര ഇച്ഛയ്ക്കും ഈശ്വര സങ്കല്പത്തിനോടും ചേർത്ത് വയ്ക്കണം. പൂർണ്ണമായും അതിന് വിധേയമായി, അതിനധീനമായി തന്റെ ഇച്ഛയെയും തന്റെ സങ്കല്പത്തെയും നിർത്തണം. അപ്പോൾ അയാൾക്ക് ഉത്കണ്ഠയില്ല, അയാൾ കർമ്മം ചെയ്യാൻ പറ്റും. എന്തിനെ ആയിക്കൊള്ളട്ടെ, അത് സംഭവിച്ചിരിക്കുന്നത് ഈശ്വര സങ്കല്പത്തിനും ഈശ്വര ഇച്ഛയ്ക്കും അധീനമാണ് എന്ന് കരുതണം, എന്ന് കരുതി കർമ്മം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പൗരുഷത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല. അപ്പൊ ചിലരുടെ മനസ്സിൽ തോന്നും, പൗരുഷം എവിടെ പോയി? ഈ പൗരുഷം എവിടുന്ന് വന്നു? അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. പൗരുഷം എവിടെ നിന്ന് വന്നു?
വാസിഷ്ഠത്തിനും മറ്റും പറയുന്നുണ്ട്. പൗരുഷത്തെ ആശ്രയിച്ച് വിധി, പൗരുഷ, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പൗരുഷം എവിടെ നിന്ന് വന്നു? ജീവൻ പൗരുഷത്തെ എവിടെ നിന്ന് ആർജിക്കുന്നത്? ജീവൻ അങ്ങനെ പ്രത്യേകിച്ച് വല്ല കഴിവുണ്ടോ? പൗരുഷം എന്ന് പറയുന്ന ഒന്നിനെ ഉണ്ടാക്കിയെടുക്കാൻ, സൃഷ്ടിക്കാൻ? ഇവിടെ എന്തുണ്ടെങ്കിലും അത് ഈശ്വരസൃഷ്ടമാണ്. അപ്പൊ ജീവനിൽ കാണുന്ന പൗരുഷവും ഈശ്വരസൃഷ്ടമാണ്. അതും ഈശ്വരന്റെ സങ്കല്പത്തിനും ഈശ്വരേച്ഛയ്ക്കും അധീനമാണ്. ഒരു പൗരുഷം എന്ന് പറയുന്നതിനെയും ഈശ്വരേച്ഛയ്ക്കും ഈശ്വര സങ്കല്പത്തിനും അധീനമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്തുക. അതിനെ ഉപയോഗിക്കരുതെന്ന് പറയുന്നില്ല, അതിനെ ഉപയോഗപ്പെടുത്തുക. അതാണ് അതിനുപയോഗപ്പെടുത്തുമ്പോൾ അവിടെ സമർപ്പണം വരുന്നു. അപ്പോൾ പൗരുഷത്തെയും ഈശ്വരന് സമർപ്പിക്കുക, തന്റെ ഇച്ഛാശക്തിയും തന്റെ എല്ലാ കഴിവുകളെയും അത് ഈശ്വരദത്തമാണെന്നുള്ള ബോധം കൊണ്ട് ഈശ്വരന് സമർപ്പിക്കുക. ആ ബോധം തന്നെയാണ് സമർപ്പണം. അങ്ങനെ സമർപ്പണത്തോടുകൂടി തന്റെ കഴിവുകളെ ഉപയോഗിക്കുമ്പോൾ സ്വന്തം കഴിവുകളെ ഉപയോഗിക്കുന്നില്ല എന്നൊരു കുറവും വരുന്നില്ല. അവിടെ ഒരു ചോദ്യം വരികയാണ്, എനിക്ക് ഇന്നത് ചെയ്യരുത് എന്നറിവുണ്ടെങ്കിലും താനറിയാതെ ധർമ്മത്തിന് വിരുദ്ധമായ കർമ്മം ചെയ്തു പോകുമ്പോൾ എന്നാണ് ഒരു ചോദ്യം. ഒരാൾക്ക് ചെയ്യരുത് എന്നുള്ള ബോധമുണ്ട്, ബോധമുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നു? അയാൾ ധർമ്മവിരുദ്ധമായി കർമ്മം ചെയ്തു പോകുന്നു എന്നാണ്. ഇത് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അജ്ഞന് ഈ ബോധമുണ്ട്, വിവേകം ഇല്ലാത്തവനുമുണ്ട്. മൃഗങ്ങൾക്ക് പോലും ഈ ബോധമുണ്ട്. ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ ബോധം എവിടുന്നാണ് ഉണ്ടാകുന്നത്? കേനാവി ദേവേന ഹൃദിസ്ഥിതേന. അന്തര്യാമി തന്നെ തന്റെ ഉള്ളിലിരുന്നത് ബോധിപ്പിക്കും. അതിനു വേണ്ടിയിട്ട് ഭഗവത്ഗീത പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. വഴിയിൽ വീണ് കിടക്കുന്ന, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്, 10 പൈസ വഴിപോക്കൻ കുനിഞ്ഞെടുക്കുമ്പോൾ അവൻ രണ്ട് സൈഡിലും നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. ഗീത തുറന്നു നോക്കിയിട്ടില്ല, രണ്ട് സൈഡും നോക്കുന്നു. ഭാഗവത രാമായണമൊന്നും വായിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. അത് ആരാ അങ്ങനെ നോക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്നത്? എവിടെ അവിവേകം ഉദയം ചെയ്യുന്നുവോ അവിടെ ഉടൻ വരും വിവേകം, രക്ഷയ്ക്കായിട്ട് വരും. അതിനെ വളർത്താനും വലുതാക്കാനും സംരക്ഷിക്കാനും അവൻ വരുമ്പോഴുന്നില്ലെന്നേ ഉള്ളൂ. അടുത്ത നിമിഷം അവൻ എന്ത് ചെയ്യും? വീണ്ടും അതെടുക്കും, അത് രണ്ടാമത് പ്രവർത്തിക്കും. പക്ഷെ ആദ്യം രണ്ട് സൈഡിലേക്ക് നോക്കും. അതിന് ധർമ്മശാസ്ത്രവും നീതിബോധവും ഒന്നും കൊണ്ടല്ല, അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതാണ് പറയുന്നത് കേനാഭി ദേവേന ഹൃദയസ്ഥിതേന. ഹൃദയസ്ഥിതനായിരുന്ന് ആരോ അവനെ പ്രേരിപ്പിക്കുന്നു. ഇതിനെ എടുക്കാൻ പ്രേരിപ്പിച്ച ആര്? അതും ആ ഹൃദയസ്ഥിതനായവൻ തന്നെ. അല്ലെങ്കിൽ ആ പ്രേരണ വരുമോ? ഇല്ല. അതേ ആള് തന്നെയാണ് തിരിച്ചും പ്രേരിപ്പിക്കുന്നത്. അതാണ് ശ്രുതി പറഞ്ഞത്, അങ്ങനെ കർമ്മം ചെയ്തു പോകുമ്പോൾ അത് ഈശ്വര നിയമമാണെന്ന് ആശ്വസിക്കുമ്പോൾ പറയുന്നു. ഇത് ഈ കർമ്മയോഗിക്ക് ഈശ്വര നിയമത്തെക്കുറിച്ച് നമ്മൾ ബോധിപ്പിക്കുന്നത്, ശാസ്ത്രം ബോധിപ്പിക്കുന്നത്, അത് കുറ്റം ചെയ്യുമ്പോൾ ആശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല, അതിനു വേണ്ടിയിട്ടല്ല. അപ്പൊ ഇതിനെ അങ്ങനെ ആശ്വസിക്കാൻ വേണ്ടി ആണ് ഈ പറഞ്ഞതെന്ന് ധരിക്കുകയും ചെയ്യരുത്. തെറ്റ് ചെയ്യുമ്പോൾ ആശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല. രണ്ട് കാര്യമാണ്. തെറ്റ് ചെയ്യുക, തെറ്റ് ചെയ്യുമ്പോൾ അത് ആശ്വസിക്കുക എന്നൊക്കെ പറയുന്നത് അത് കർമ്മയോഗിയുടെ പണിയല്ല, സാധാരണ മനുഷ്യന്റെ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് അതല്ല, ചർച്ച ചെയ്യുന്നത് കർമ്മയോഗിയെ സംബന്ധിച്ചാണ്. കർമ്മയോഗി എന്ത് ചെയ്യുന്നു? ഈശ്വര നിയമങ്ങളെ തിരിച്ചറിയുന്നു. അത് അവൻ ബോധപൂർവം തെറ്റ് ചെയ്യാനും ആ തെറ്റിൽ ആശ്വസിക്കാനും വേണ്ടിയിട്ടല്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കർമ്മയോഗിയുടെ നിലയിൽ നിന്നല്ല ചിന്തിക്കുന്നത്,
സാധാരണ അജ്ഞനായ ഒരു മനുഷ്യന്റെ നിലയിൽ നിന്നാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒരു അജ്ഞന്റെ നിലയിൽ നിന്ന് ഒരു പടി കൂടി മേലോട്ട് നിന്ന് ഒരു കർമ്മയോഗിയുടെ നിലയിൽ നിന്ന് ചിന്തിക്കണം. ഇവിടുത്തെ വിവേകം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി? നമ്മുടെ തെറ്റുകളിൽ ആശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ വിവേകം എന്ന് പറയുന്നത് കർമ്മയോഗ അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. അങ്ങനെ കർമ്മയോഗി കുറ്റം ചെയ്യുന്നില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കുറ്റം ചെയ്യുന്നവനാണ് കുറ്റബോധം വരുന്നത്. കുറ്റബോധത്തിന്റെ തലത്തിൽ നിന്ന് അവന് ഒരുപടി കൂടി മേലോട്ട് നീക്കുന്നു. കുറ്റം ചെയ്യുമ്പോൾ, കാരണം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈശ്വരാധീനമാണ്, ഈശ്വര നിയന്ത്രണമാണ് എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അവിടെ കുറ്റമില്ല. കുറ്റം ചെയ്താലേ കുറ്റബോധമുള്ളൂ. ആരാ ചെയ്യുന്നത്? കർമ്മയോഗി ചെയ്യുന്നില്ലല്ലോ. കർമ്മയോഗി കുറ്റവും ചെയ്യുന്നില്ല, നല്ലതും ചെയ്യുന്നില്ല. അപ്പം നല്ലതിന്റെ ബോധവുമില്ല, കുറ്റത്തിന്റെ ബോധവുമില്ല കർമ്മയോഗിക്ക്. കുറ്റബോധം ഉള്ളവൻ ആരെ? അവൻ കർമ്മയോഗത്തിന്റെ തലത്തിലേക്ക് എത്തിയിട്ടില്ല. ആരാ ചെയ്യുന്നത്? താൻ ചെയ്യുമ്പോഴാണ് തന്റെ തെറ്റിൽ തനിക്ക് കുറ്റബോധം തോന്നുന്നത്. കർമ്മയോഗി എന്താണ് പറയുന്നത്? കർമ്മയോഗി ധർമ്മ അധർമ്മം ഇതിനെ രണ്ടിനെയും അവൻ വേർതിരിച്ചറിയുന്നു. സ്വധർമ്മം അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പ്രവർത്തിക്കുന്നു. പക്ഷെ അവിടെ അവൻ ഒരു തിരിച്ചറിവുണ്ട്. എന്താണ്? തന്റെ എല്ലാ ആഗ്രഹങ്ങളും തന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈശ്വര ഇച്ഛയ്ക്കും ഈശ്വര സങ്കല്പത്തിനും അധീനമാണ് എന്നുള്ള ബോധം കൊണ്ട് അവൻ സന്മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണഗതിയിൽ സന്മാർഗത്തിൽ പ്രവർത്തിക്കാൻ കർമ്മയോഗി അല്ലാതെ, ഞാൻ പറഞ്ഞല്ലോ സന്മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാം കർമ്മയോഗികളല്ലെന്ന് നേരത്തെ പറഞ്ഞു. ഈശ്വരബോധം ഇല്ലാതെ സന്മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരൊന്നും കർമ്മയോഗികളാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സന്മാർഗത്തിൽ പ്രവർത്തിക്കുന്ന അനേകം പേരുണ്ട്. അവരുടെ കാര്യമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നു. നമ്മൾ വീട് വെച്ചു കൊടുത്ത കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, കർമ്മയോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടും രണ്ടാണെന്ന് തിരിച്ചറിയണം. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം വീട് വെച്ചപ്പോൾ എന്തെങ്കിലും വേണ്ടാതിനും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റബോധം കാണും, അതിപ്പോഴും കാണും. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് കർമ്മയോഗത്തെക്കുറിച്ചാണ്. കർമ്മയോഗത്തിൽ കുറ്റമില്ല, അതുകൊണ്ട് കുറ്റബോധമില്ല. അതാദ്യം മനസ്സിലാക്കണം. എന്തുകൊണ്ട് കുറ്റമില്ല? കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം തന്റേതായിട്ട് തന്റെ അഹന്തയോടുകൂടി അയാളൊന്നും ചെയ്തിട്ടില്ല, അയാളൊന്നും ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാ തനിക്ക് കുറ്റം വരുന്നത്? താൻ ചെയ്തെങ്കിലല്ലേ തനിക്ക് കുറ്റമുള്ളൂ. താൻ ചെയ്യുന്നു എന്നുള്ള ഭാഗത്തു നിന്ന് ഒരുപടി ഉയർന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും കുറ്റം നമ്മളെ കൂടെ ഇരിക്കുന്നത്. ശരി, ചെയ്തു പോട്ടെ, ആ കുറ്റം ഇനിയെങ്കിലും ഒഴിവാക്കുക. ചെയ്ത കുറ്റങ്ങളും കൂടെ വരാതിരിക്കണം കർമ്മയോഗിക്ക്. ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതിൽ കുറ്റമുണ്ട്, നല്ലതുമുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്. കർമ്മയോഗി എന്ത് ചെയ്യുന്നു? അതിനെ വീണ്ടും കൊണ്ടുപോകുന്നില്ല, അതിനെ കൂടെ സ്വീകരിക്കുന്നില്ല. അത് ഒന്ന് ഉണർന്ന് ചിന്തിക്കണം. തന്റെ നിലയിൽ നിന്ന് ഇതിൽ തന്നെ പറയുന്നതാണ് അന്തർജ്യോതി. അന്തർജ്യോതിയാകും. ഇപ്പം നമ്മൾ ബഹിർജ്യോതികളാണ്. യോ അന്തസ്സുഖ അന്തരാരാമ തഥ അന്തർജ്യോതിരേവ. ഇതിനെക്കുറിച്ചുള്ള വെളിച്ചം അവന്റെ ഉള്ളിൽ വരണം. ഒരുപടി കൂടെ മുന്നിലേക്ക് കടക്കണം. നന്മയും തിന്മയും ശരിയും തെറ്റും ഇതിലൊന്നിനും കർത്തൃത്വം താൻ ഏറ്റെടുക്കുന്നില്ല. അത് ഈശ്വര സങ്കല്പം അനുസരിച്ച്, ഈശ്വര ഇച്ഛ അനുസരിച്ച് ആണ് തന്റെ പ്രാണം വ്യാപാരം പോലും നടക്കുന്നത്. അവന് താൻ കുറ്റം ചെയ്യാത്തവനെങ്ങനെ കുറ്റബോധം ഉണ്ടാകും? ഈശ്വര നിയമമാണെന്ന് അവിടെ ആശ്വസിക്കുന്നില്ല, കുറ്റബോധം ഉണ്ടാകുന്നില്ല. അങ്ങനെ വരുമ്പോൾ തന്റെ ജീവിതം മുഴുവൻ അധർമ്മ മാർഗത്തിൽ സഞ്ചരിക്കാനല്ലേ പ്രേരണ വരിക. ഇങ്ങനെയൊന്നും വഴിവിട്ട് ചിന്തിക്കാതിരിക്കുക ദയവ് ചെയ്ത്. ജീവിതം മുഴുവൻ അധർമ്മ മാർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഗീത പഠിക്കേണ്ട കാര്യമില്ല. അതിനിത്രയും ക്ലേശിക്കേണ്ട കാര്യമില്ല.
ഭഗവാന്റെ ഉപദേശം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് നമ്മളങ്ങനെ താഴേക്ക് പോകാതിരിക്കുക, മേളിലേക്ക് ചിന്തിക്കുക. കേൾക്കുന്നതിനെ സാധാരണ പറയുമല്ലോ പോസിറ്റീവായി ചിന്തിക്കുക. അതിൽ എന്താണ് ഇവിടെ ഈ ഉപദേശങ്ങൾ, ഭഗവാന്റെ ഉപദേശം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇത് പറയുമ്പോഴും ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, അതെല്ലാം മനസ്സിലാക്കിയിട്ട് പറയുക. അപ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും ഛിദ്രങ്ങളെ അന്വേഷിക്കാതിരിക്കുക. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടാകാൻ പാടില്ല. ഒരു പടികൂടി മേളിലോട്ട് ഇതിലുള്ള കുറവുകൾ എങ്ങനെ പരിഹരിച്ച് മനസ്സിലാക്കാം എന്ന് വളരെ വിനയപൂർവ്വം നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ വിവേകത്തിനും നമ്മുടെ കഴിവുകൾക്കും ഒന്നും അമിത പ്രാധാന്യം കൊടുക്കാതെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നിടത്ത് ഇത് വേണം, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ഇത് വേണം. എന്താണോ ഇതിനെല്ലാം ഈശ്വര സങ്കല്പത്തിന് ഈശ്വര ഇച്ഛയ്ക്കും വിധേയമാക്കി വേണം ചെയ്യാൻ. ഈ കേൾക്കുന്നവരിലും ഈ പറയുന്നവനേക്കാൾ ബുദ്ധിയുള്ളവരുണ്ട്, അതെനിക്കറിയാം. ദൈവീത ബുദ്ധി ഉപയോഗിക്കാതിരിക്കുക. അതാണ് രക്ഷപ്പെടുന്നതിനുള്ള മാർഗം. ബുദ്ധിയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തന്റെ ജീവിതം മുഴുവൻ അധർമ്മമാർഗത്തിൽ സഞ്ചരിക്കാനുള്ള പ്രേരണ വരും. ഈ പറഞ്ഞിരിക്കുന്ന ആശങ്ക അവിടെ ഫലവത്താവും. അത് വരരുത്. ഞാൻ ചോദ്യം ചോദിച്ച ഒരു വ്യക്തി ഉദ്ദേശിച്ച് പറയുകയല്ല, മനസ്സുകൾ ഉദ്ദേശിച്ച് പറയുകയാണ്. ഈ ചോദ്യം ശരിയാണ്, എല്ലാ മനസ്സിലും വരുന്നൊരു ചോദ്യമാണ്. എല്ലാ മനസ്സും വരും. ഈ കേൾക്കുന്നതിന് മറികടക്കുന്നതിനുള്ള ഒരു പ്രവണത അത് വരും. അതിന്റെ അപ്പുറം ചിന്തിക്കാം. അതിന്റെ അപ്പുറം ചിന്തിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിന്റെ അപ്പുറം പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം അതിനെ ഒന്ന് ഉൾക്കൊള്ളണം. അതിനെ ഒന്ന് ഉൾക്കൊള്ളുക. നമ്മൾ സത്സംഗ ശ്രവണത്തിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രവണത നമ്മുടെ മനസ്സിൽ വരും. എന്താണ്? ഈ പറയുന്നതിന് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോവുക. മനസ്സങ്ങനെ വരും. അതിന്റെ അപ്പുറം കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കാം, നല്ലത് തന്നെയാണ്. പക്ഷെ അതിനു മുമ്പ് നമ്മുടെ ഒരു കർത്തവ്യമുണ്ട്. എന്താണ്? ഈ പറയുന്നതിനെ ഒന്ന് ഉൾക്കൊള്ളുക, ശരിയായ തരത്തിൽ കേൾക്കുന്നതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുക, എന്നിട്ട് അപ്പുറം പോവുക. കേൾക്കുമ്പോൾ ശിഷ്യനായി, കേൾക്കുന്നതിനെ ശരിക്കും അങ്ങോട്ട് ഉൾക്കൊള്ളുമ്പോൾ ആരായി? സമമായി. അതിനെ അതിക്രമിക്കുമ്പോൾ ഗുരുവായി. ഇങ്ങനെ 3 സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഇതിന്റെ അപ്പുറം ചാടി ഗുരുവാകാൻ കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ ഞാൻ നമസ്കരിക്കുന്നു, അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ അതിനു മുമ്പ് വരുന്നുണ്ടെന്നാണ് ഇതിനെ ഉൾക്കൊള്ളുക എന്നുള്ളത്. അതുകൊണ്ട് പൂർണ്ണമായും നമ്മുടെ മനസ്സിനെ തുറന്നു വയ്ക്കുക. എന്തിനാ? ഇതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി. ഉൾക്കൊണ്ടതിന് ശേഷം പിന്നെ ഗുരുവായിക്കൊള്ളുക. ആദ്യം നമസ്കരിക്കുന്ന ഞാനായിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് നമ്മുടെ മനസ്സ് ശ്രവണത്തിനൊപ്പം പോകണം. അതിനെ ഉൾക്കൊണ്ടിട്ട് പിന്നെ അതിന് മുമ്പോട്ട് പോകണം. അത് ഒരു പൊതുവായ തത്വമാണ് ശ്രവണത്തെ സംബന്ധിച്ച്. ഇത് സമാന്തരമായി 2 ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കരുത്. ശ്രവണം ഒരു തരത്തിൽ, നമ്മുടെ മനസ്സ് വേറൊരു തരത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെ വരാൻ പാടില്ല. ഈശ്വര ഇച്ഛയ്ക്ക്, സ്വന്തം ഇച്ഛയെ, സ്വന്തം സങ്കല്പങ്ങളെ ഈശ്വര സങ്കല്പത്തിന് വിധേയമാക്കി തന്റെ അഹന്തയെ അങ്ങനെ ഈശ്വരന് സമർപ്പിച്ച്
അങ്ങനെ തന്റെ കർമ്മങ്ങളെ എങ്ങനെ ഈശ്വരന് സമർപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, അവരിൽ ഒരു കർമ്മവും തന്റേതായി നിൽക്കുന്നില്ല. തന്റെ സങ്കല്പങ്ങൾക്കും തന്റെ ആഗ്രഹങ്ങൾക്കും അനുകൂലമായിക്കൊള്ളട്ടെ പ്രതികൂലമായിക്കൊള്ളട്ടെ ഒന്നും തന്നെ തന്റേതായി നിൽക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരാൾ സന്മാർഗത്തിൽ അയാൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രമാദം അയാൾ സംഭവിക്കുന്നു. അത് സംഭവിക്കാം, ആർക്ക് സംഭവിക്കാം. അങ്ങനെ പ്രമാദങ്ങൾ സംഭവിക്കുമ്പോഴാണ് അയാൾ ദുഃഖിതനായിത്തീരുന്നത്, അയാൾ ഉത്കണ്ഠാകുലനായിത്തീരുന്നത്. അപ്പോൾ അയാൾക്ക് കർമ്മയോഗിയായിരിക്കാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് കർമ്മയോഗിയായിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? വിഗത ജ്വര. ജ്വരം എന്ന് വെച്ചാൽ സന്താപം. സന്താപരഹിതനായി സ്വധർമ്മം അനുഷ്ഠിക്കുന്നു എന്നാണ്. ഇച്ഛാഭംഗങ്ങൾ വരുമ്പോൾ അവിടെ സന്താപം വരും. അപ്പൊ അതിനെ എങ്ങനെ അതിജീവിക്കാം? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനെ അതിജീവിക്കുന്നതിനുള്ള ആ മാർഗം ആണ് ഇവിടെ പറഞ്ഞ എന്താണ്? മൈ സന്യസ്യ, സർവവും എന്നിൽ സമർപ്പിക്കുക. അതെങ്ങനെ സമർപ്പിക്കും? ഒരു മൂർത്തമായ വസ്തുവിനെ നമുക്ക് വേറൊരാൾക്ക് സമർപ്പിക്കാം, എടുത്ത് വേറൊരാൾക്ക് കൊടുക്കാം. എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു വസ്തുവിനെ എടുത്ത് വേറൊരാൾക്ക് കൊടുത്താൽ അത് സമർപ്പണമായി. ഇവിടെ കർമ്മം എന്ന് പറയുന്നത് അമൂർത്തമാണ്. അത് രൂപമുള്ള ഒരു വസ്തുവല്ല, ആകൃതിയുള്ള ഒരു വസ്തുവല്ല. അതിന് നാമമുണ്ട്. കർമ്മം എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നു, പ്രവൃത്തി എന്ന് വിളിക്കുന്നു. സ്ഥൂല സൂക്ഷ്മഭാവങ്ങളിൽ നമ്മുടെ ശരീര ഇന്ദ്രിയ മനസ്സുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ്. അതിന് പിന്നെ എങ്ങനെ സമർപ്പിക്കുന്നു? അതിന്റെ സമർപ്പണമെന്ന് പറയുന്നത് നമ്മുടെ ഭഗവാൻ തന്നെ ഇവിടെ പറഞ്ഞു, ഭാഷ്യകാരൻ വിവേകത്തിലൂടെ സമർപ്പിക്കുക എന്നുള്ളതാണ്. എന്താണ് ആ വിവേകം? അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ആ വിവേകം? കർമ്മത്തെ സംബന്ധിച്ചുള്ള ഈശ്വര നിയമത്തെ നമ്മൾ അംഗീകരിക്കുക. അതാണ് വിവേകം. വിവേകം എന്ന് വെച്ചാൽ അറിവാണ്, തിരിച്ചറിവാണ്. എങ്ങനെ നമ്മുടെ സങ്കല്പങ്ങളെ, നമ്മുടെ ഇച്ഛകളെ ഈശ്വര സങ്കല്പത്തിനും ഈശ്വര ഇച്ഛയ്ക്കും വിധേയമാക്കുക. അതിനപ്പുറം തന്റെ അഹന്ത കൊണ്ട് ഒന്ന് സങ്കല്പിക്കാതെ, തന്റെ അഹന്ത കൊണ്ട് ഒന്ന് ഇച്ഛിക്കാതെ, അഹന്തയെ മുൻനിർത്തി അത് ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മുടെ കർമ്മരംഗത്ത് എന്ത് തന്നെ സംഭവിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാലും അത് ഈശ്വര സങ്കല്പമാണ്, ഈശ്വര ഇച്ഛയാണെന്ന് തിരിച്ചറിയുക. താനൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ താൻ കുറ്റവും ചെയ്തിട്ടില്ല. തനിക്ക് വിജയബോധമില്ല, അതുകൊണ്ട് തന്നെ കുറ്റബോധവുമില്ല, പരാജയബോധവുമില്ല. ഇത്തരം ഒരു മാനസിക ഭാവത്തിൽ തന്റെ കർമ്മങ്ങളെ നിർവഹിച്ച് മുന്നോട്ട് പോകുന്നതാണ് കർമ്മയോഗം. ഈശ്വര സമർപ്പണം എന്നൊക്കെ നമ്മൾ ധാരാളം കേൾക്കാറുണ്ട്. ആ സമർപ്പണം ഒരു മാനസിക ഭാവന എന്നുള്ള നിലയ്ക്ക് എങ്ങനെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ അനുഷ്ഠിക്കണം, അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത് ഗീതയിൽ പല ഭാഗത്തായി ഭഗവാൻ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. നമ്മളതിനെ സൂക്ഷ്മമായി വിവേചിച്ചറിഞ്ഞ് ഈ ഭാഗത്ത് കൊണ്ടുവന്നത് ചർച്ച ചെയ്യുന്നു എന്നേ ഉള്ളൂ. അല്ല ഞാനൊരു പുതിയ സിദ്ധാന്തം ഇവിടെ അവതരിപ്പിക്കുന്നൊന്നുമല്ല. ഇത് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഏതെങ്കിലും സമയത്ത് നമ്മുടെ മനസ്സിൽ കടന്നു വന്നിട്ടുള്ളതായിരിക്കും. പ്രശ്നം ആവശ്യം വരുമ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളതിനെ വിസ്മരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും അതിനെ ഓർമ്മിപ്പിക്കുകയേ ചെയ്യുന്നുള്ളൂ സത്സംഗം കൊണ്ട്. പുതുതായി ഒന്നും പറയുകയല്ല. പലതും കേട്ടാലും നമ്മൾ അറിയത്തില്ല, അറിഞ്ഞാലും മറന്നുപോകും. സത്സംഗത്തിന്റെ പ്രയോജനം എന്താണ്? 10 തവണ കേട്ട് തിരിച്ചറിയാത്തത് ചിലപ്പോൾ കേട്ടാൽ തിരിച്ചറിയും.
വിസ്മരിച്ചു പോയത് വീണ്ടും ഓർമ്മയിലേക്ക് വരും. അത് പല ഭാഷയിലും പല രൂപത്തിലും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈശ്വര സമർപ്പണം മൈ സന്യസ്യ ഇവിടെ പറയും. ഇവിടെ ഭഗവാൻ ഗുരുവായി ശിഷ്യന്റെ മുമ്പ് നിന്നുകൊണ്ട് പറയുകയാണ്, നീ എന്നിൽ സമർപ്പിക്കൂ. ഇവിടെ ഞാനെന്ന് പറയുന്ന ആരാണ്? അപ്പോൾ തന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകണം. സർവാന്തര്യാമിയായിരിക്കുന്ന പരമാത്മസ്വരൂപനായിരിക്കുന്ന തന്നെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അല്ല തേർത്തിടത്തിൽ തേരാളിയായി നിൽക്കുന്ന കേവലമായ രൂപത്തെക്കുറിച്ചല്ല. അങ്ങനെ ധരിക്കാതിരിക്കണമെങ്കിൽ ഇത് പറയുമ്പോൾ മറ്റു ഭാഗങ്ങളും മനസ്സിലിരിക്കണം. ആരെയാണ് ആ മൈ എന്ന് പറഞ്ഞത്? അപ്പൊ അങ്ങനെ സർവാന്തര്യായ്മയായിരുന്നുകൊണ്ട് ഈശ്വരൻ എന്ത് ചെയ്യുന്നു? ഈശ്വരനെ എന്തുകൊണ്ട് പ്രപഞ്ച നിയാമകനെന്ന് വിളിക്കുന്നു? ആ ഈശ്വരന്റെ നിയാമക സ്വഭാവത്തെ നമ്മൾ തിരിച്ചറിയണം. അതിന് വിധേയമാണ് സർവവും പ്രപഞ്ച ചലനങ്ങളൊക്കെയും എന്ന് തിരിച്ചറിയണം. അതിനനുസരിച്ച് അതിന് വിധേയമായി അതിനെ മുൻനിർത്തി തന്റെ കർമ്മങ്ങളെ രൂപപ്പെടുത്തണം. തന്നിൽ എപ്പോഴും ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് തന്നിൽ പ്രാധാന്യം കൊടുക്കുന്ന എന്തിന്? തന്റെ അഹന്തയ്ക്ക്. ഞാൻ അഹന്തയോടുകൂടി കുറ്റം ചെയ്യുന്നവനാണ് എപ്പോഴും കുറ്റബോധം വരുന്നത്. കർമ്മയോഗി തന്റെ കർമ്മത്തിന് ഒരിക്കലും സ്വന്തം അഹന്തയെ ആശ്രയിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും സന്ദർഭവശാൽ അയാൾ അഹന്തയെ ആശ്രയിച്ചു പോയാൽ അതൊരു പ്രമാദമാണ് എന്നറിഞ്ഞ് അയാൾ വിവേകം കൊണ്ട് അതിനെ പരിഹരിക്കുന്നു. അവിടെ അയാൾക്ക് കുറ്റബോധമില്ല. കുറ്റം ചെയ്യാത്തതുകൊണ്ടല്ല, അയാൾ ചെയ്യുന്നത് വാസ്തവത്തിൽ കുറ്റമല്ല, നമ്മൾ ധരിക്കുന്ന തരത്തിലുള്ള കുറ്റമല്ല, അവശ്യം ഭാവിയായി വന്നു ചേരുന്ന കാര്യങ്ങളാണ്. ഈ തത്വബോധം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തെറ്റിനെ ന്യായീകരിക്കാനുള്ളതുമല്ല. അയാൾ തെറ്റും ശരിയും ധർമ്മവും അധർമ്മവും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എപ്പോഴും അതിനപ്പുറം നിൽക്കാൻ ശ്രമിക്കുന്നു. ആണ് കർമ്മയോഗി ചെയ്യുന്നത്. ധർമ്മത്തിന് അപ്പുറം നിന്നുകൊണ്ട് ധർമ്മം ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ചെയ്യുന്നത്. അതാണ് കർമ്മയോഗി ചെയ്യുന്നത്. കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ധർമ്മബോധം പോലും ഒരു ബന്ധനമാണ്. അയാൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അയാൾ ധർമ്മത്തെ അതിക്രമിച്ച് നിൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ധർമ്മം അനുഷ്ഠിക്കുകയാണ്. ധർമ്മം അയാൾക്കൊരു ബന്ധനമാകരുത്. പുണ്യവും ബന്ധനമാണ്, പാപം പോലെ. അതുകൊണ്ട് ആ പുണ്യപാപ ചിന്ത ഒരു അജ്ഞനായ മനുഷ്യനെ എങ്ങനെയാണോ ബന്ധിക്കുന്നത് അതുപോലെ കർമ്മയോഗി അതൊന്നും ബന്ധിക്കുന്നില്ല. അയാളുടെ മനസ്സ് വിവേകം കൊണ്ട് ശാന്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുറ്റബോധമില്ല, പശ്ചാത്താപമില്ല, ദുഃഖമില്ല, ഇതൊന്നുമില്ല. അയാൾ പരമശാന്തനായി തന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് അനുക്ഷണം പ്രതിക്ഷണം നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ ഈ വിവേകബുദ്ധിയോടുകൂടി കണ്ട് സ്വയം അനുഷ്ഠിച്ചു നോക്കുക. കുറ്റബോധം ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ എന്ന് സ്വയം പരീക്ഷിച്ച് മനസ്സിലാക്കുക. ഇതിനെ കേവലം ഒരു ആശയമായി സ്വീകരിച്ച് വിസ്മരിക്കാതെ സ്വയം ഇത് പ്രായോഗികമാക്കി നോക്കുക എന്നാണ്. നമ്മുടെ ഉള്ളിൽ അഭിമാനം വരുന്നു. അഭിമാനപൂർവ്വം പ്രവർത്തിക്കാനുള്ള പ്രേരണകൾ വരുന്നു. ആ സമയങ്ങളിൽ അവിടെ ഈശ്വര ഇച്ഛയ്ക്ക്, ഈശ്വര തത്വത്തിന് സ്വയം വിധേയമാക്കി കൊടുക്കുക. ഞാനെന്നുള്ള ഭാവത്തെ അവിടെ വിട്ടിട്ട് ഈശ്വരൻ എന്നുള്ള ഭാവത്തെ മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇത് ഒരുവനിൽ വരുന്നത് എന്ന്. അപ്പോൾ
ആ വിവേകദാർഢ്യം അതവനെ സഹായിക്കും മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൈ വാസുദേവേ പരമേശ്വരേ, വാസുദേവൻ എല്ലാ ജീവന്മാരുടെയും ദേവനായിരിക്കുന്നവനാണ് വാസുദേവൻ. എങ്ങനെ ദേവനായിരിക്കുന്നു? അന്തര്യാമിയായി ഹൃദയസ്ഥിതനായിരുന്നു കൊണ്ട് പരമേശ്വരൻ. ജീവൻ അഹന്തയോടുകൂടി അവന്റെ കർമ്മങ്ങൾക്കെല്ലാം ഈശ്വരനായിരിക്കുന്നു. പക്ഷെ അവന് പരമമായി ഈശ്വരനാകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? എനിക്ക് അങ്ങേറ്റം വന്നാൽ എന്റെ കർമ്മങ്ങളുടെ ഈശ്വരനാകാൻ പറ്റും, അന്യന്റെ കർമ്മങ്ങൾക്ക് എനിക്ക് ഈശ്വരനാകാൻ പറ്റത്തില്ല. പക്ഷെ പരമമായി ഈശ്വരനായിരിക്കുന്ന, അധിപതിയായിരിക്കുന്നത് ആരാണ്? അത് ഈശ്വരന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൻ പരമേശ്വരനായിരിക്കുന്നു, സർവജ്ഞനായിരിക്കുന്നു. പറഞ്ഞല്ലോ, ഒരു കർമ്മത്തിനെയും, ഒരു കർമ്മമൊന്നും വേണ്ട, മനസ്സിന്റെ ഒരു ചലനത്തെ പോലും പൂർണ്ണമായി തിരിച്ചറിയാൻ ജീവന് ശേഷിയില്ല. അതിനുള്ള ബുദ്ധിവൈഭവം ജീവന് ഈശ്വരൻ നൽകിയിട്ടില്ല. ഒരു കർമ്മത്തെ അവന് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷെ സർവ്വജീവന്മാരുടെയും സർവകർമ്മങ്ങളുടെയും എല്ലാം, ഭൂതഭാവി വർത്തമാനം എല്ലാം, അല്ലെങ്കിൽ കാലാതീതമായി എല്ലാത്തെയും അറിയുന്നവനാണ് സർവജ്ഞൻ ഈശ്വരൻ. എന്തുകൊണ്ടവനങ്ങനെ അറിയുന്നു? സർവാത്മാവ്, സർവപ്രാണികളുടെയും അന്തരാത്മാവായി ഹൃദയേശ്വരനായി അവൻ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെയുള്ള ആ പരമേശ്വരനിൽ സർവാണി കർമാണി സന്യസ്യ, സർവകർമ്മങ്ങളെയും സന്യസിച്ചിട്ട്, നിക്ഷിപ്യ എന്നുവെച്ചാൽ സമർപ്പിച്ചിട്ട്. എങ്ങനെയാ സമർപ്പണം? അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. അധ്യാത്മ ചേതസ പറഞ്ഞു, വിവേകബുദ്ധ്യ. എന്താണ് ആ വിവേകം? അത് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതിനൊരു ഉദാഹരണം കൊടുത്താണ്. അഹം കർത്ത ഈശ്വരായ ഭൃത്യവത് കരോമി. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തെ അവനങ്ങോട്ട് പൂർണ്ണമായും വിടാൻ പറ്റുന്നില്ല. കർമ്മയോഗി അജ്ഞനായതുകൊണ്ട് തന്നെ അവന്റെ അഹന്താത്യാഗം പൂർണ്ണമാകുന്നില്ല. അതുകൊണ്ട് അവൻ കരുതുന്നു എന്താണ്? ഭൃത്യവത്, ഒരു ഭൃത്യനെ പോലെ. എനിക്ക് വേണ്ടിയല്ല, എന്റെ യജമാനന്റെ ആഗ്രഹവും എന്റെ യജമാനന്റെ താല്പര്യം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നു. തൽക്കാലം എന്റെ ആഗ്രഹങ്ങളെയും എന്റെ താല്പര്യങ്ങളെയും എല്ലാം യജമാനു വേണ്ടി മാറ്റിവെക്കുന്നു. യജമാനൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, യജമാനൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു. അത്തരമൊരു ഭാവനയിൽ ഇത്യനയാ ബുദ്ധിയ, ഇങ്ങനെ ഒരു ബുദ്ധി കൊണ്ട്, ഇങ്ങനെ ഒരു അറിവ്. അവിടെ പ്രധാനം ബുദ്ധിക്കാണ്, വിവേകത്തിനാണ്. ഭൃത്യനെങ്ങനെയാണോ യജമാനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സങ്കല്പമുള്ളത്, അതുപോലെ ഒരു കർമ്മയോഗിക്ക് ഈശ്വരനെ കുറിച്ചൊരു സങ്കല്പം. അങ്ങനെ ഒരു ഭാവനയോടുകൂടി അവൻ കർമ്മം ചെയ്യുന്നു എന്നാണ്. മാത്രമല്ല കിഞ്ച നിരാശീഹി തെറ്റാശീഹി, അതിനെ സംബന്ധിച്ചുള്ള ആശകളില്ലാതെ. എന്തെങ്കിലും ആശകൾ വന്നു കഴിഞ്ഞാൽ അത് ഈശ്വരന്റെ ആശയായി കണക്കാക്കുന്നുള്ളൂ, തന്റെ ആശയായി അതിനെ സ്വീകരിക്കുന്നില്ല. നിർമ്മമഃ മമഭാവസ്ഥ നിർഗുതവേശ്യ, മമതയില്ലാതെ, അത് ദുരാഗ്രഹങ്ങളില്ലാതെ, അത്യാഗ്രഹങ്ങളില്ലാതെ, കർമ്മങ്ങൾ ഇങ്ങനെ തന്നെ തീരണം, ഈ കർമ്മങ്ങളുടെ ഫലം ഇങ്ങനെ തന്നെ പരിണമിക്കണം എന്നുള്ള മനസ്സിന്റെ വാശി അതില്ലാതെ, നിർഗതോ യസ്യ തവ സത്വം നിർമ്മമോ ഭൂത്വ യുദ്ധ്യസ്വ. അർജുനന്റെ മുമ്പിൽ വന്നിരിക്കുന്ന കർമ്മം യുദ്ധമാണ്. അതുകൊണ്ട് അർജുനനോട് ആവശ്യപ്പെട്ടു, നീ യുദ്ധം ചെയ്യൂ. യുദ്ധസ്യ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നുമില്ല, യുദ്ധം ചെയ്യൂ എന്നത് തന്നെയാണ്. യുദ്ധധാതുവിന് അങ്ങനെ ഒരു അർത്ഥമേ ഉള്ളൂ, വേറെ അർത്ഥമൊന്നും. യുദ്ധം ചെയ്യൂ. അർജുനനെ നിമിത്തമാക്കി മറ്റുള്ളവരോട് ഉപദേശിക്കുന്നതുകൊണ്ട് നമുക്കെടുക്കാം എന്താണ്? സ്വധർമ്മം അനുഷ്ഠിക്കൂ. യുദ്ധം ഇവിടെ അർജുനന് സ്വധർമ്മമാണ്. അതുകൊണ്ട് യുദ്ധം എന്ന് വെച്ചാൽ ഇവിടെ സ്വധർമ്മം എന്നർത്ഥം. സ്വധർമ്മത്തെ അനുഷ്ഠിക്കൂ. എങ്ങനെ? വിഗതജ്വര വിഗത സന്താപ, സന്താപരഹിതനായി സംസാരത്തിൽ ഇരുന്നു കൊണ്ട് സ്വധർമ്മം, സംസാരക്ലേശങ്ങൾ കൂടാതെ അനുഷ്ഠിക്കണം. അതാണ് കർമ്മയോഗം. അല്ല മോക്ഷം നേടിയതിനു ശേഷം ദുഃഖങ്ങളെ ഒഴിവാക്കുകയല്ല. മോക്ഷം നേടാൻ വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന മാർഗത്തിലും ദുഃഖം പാടില്ല.
അതാണ് വിഗതസന്താപ, സന്താപരഹിതനായി, വിഗതശോക, ശോകമില്ലാത്തവനായി സൻ, അങ്ങനെ നിന്നുകൊണ്ട് തന്നെ എന്നർത്ഥം. ഭാവിയിൽ ഒരുവൻ നേടേണ്ടതായ ശോകരാഹിത്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. ശോകമുണ്ടെങ്കിൽ അവൻ കർമ്മയോഗിയല്ല, ശോകരഹിതനായി യുദ്ധസ്വ, യുദ്ധം ചെയ്യൂ, കർമ്മം ചെയ്യൂ, സ്വധർമ്മത്തെ അനുഷ്ഠിക്കൂ. ഇത് കർമ്മയോഗത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പാഠമാണ് ഇവിടെ ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ ശ്ലോകത്തിൽ നോക്കുക. മയി, എന്നിൽ, പരമാത്മാവിൽ, അധ്യാത്മചേതസ്സ സർവാണി കർമാണി സന്യസ്യ, സർവകർമ്മങ്ങളെയും സമർപ്പിച്ച്, നിരാശീഹി, ആശകളെയെല്ലാം ത്യജിച്ചവനായി, നിർമ്മമഃ, മമത ഇല്ലാത്തവനായി, ഭൂത്വ, ആയിത്തീർന്നിട്ട്, വിഗതജ്വരഃ, സന്താപമില്ലാത്തവനായി, യുദ്ധ്യസ്വ, യുദ്ധം ചെയ്യൂ. മയി സർവാണി കർമാണി സന്യസ്യധ്യാത്മചേതസാ നിരാശീർനിർമ്മമോ ഭൂത്വാ യുദ്ധ്യസ്വ വിഗതജ്വരഃ. യേ മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ ന സൂയന്തോ മുച്യന്തേ തേവി കർമ്മഭിഃ. പൂർണ്ണസ്യ